ഒരു നിമിഷം കൂടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ബാറഖുമോർ, ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളുടെ അകവും പുറവും പരിശോധിക്കുന്ന തമ്പുരാനെ, പകലിൻ്റെ ഒരുപാട് തിരക്കുകളിൽ നിന്ന് ഈ രാത്രിയുടെ നിർമ്മലമായ നിമിഷങ്ങളിലേക്ക് അങ്ങ് ഞങ്ങളെ കൊണ്ടുവന്നല്ലോ. അങ്ങേക്ക് സ്തോത്രം. ഞങ്ങളെക്കാൾ ഭേദപ്പെട്ട എത്രയോ മനുഷ്യർ ഈ സന്ധ്യ കാണാതെ വണ്ണം മാറ്റപ്പെട്ടു. ദൈവമേ, അടിയങ്ങളുടെ ബലഹീനതയോട് സഹതാപം തോന്നുന്നതിന് സ്തോത്രം. ഈ രാത്രി തിരുവചനത്തിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. അടിയന്റെ ബലഹീനതയെ ഓർക്കരുതേ. ഇന്നലെ പ്രസംഗിച്ച പരിചയത്തിൽ ഇന്ന് പ്രസംഗിപ്പാൻ എനിക്കിടയാകരുതേ. നവ്യമായ വിശുദ്ധാത്മ പുതുക്കത്തെ തരണമേ. ഈ കൂട്ടത്തിൻ്റെ മേൽ കരുണയുണ്ടാകണമേ, കൃപ നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും കൃപയിൽ തന്നെ. ആമീൻ. ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഞാനേറെ സ്നേഹിക്കുന്ന, വളരെ ആത്മബന്ധത്തോടെ ഒരനുജനെ പോലെ തന്നെ എന്നെ കാണുന്ന പ്രിയമുള്ള കോശി ജോണച്ചൻ, പ്രിയപ്പെട്ട ഗീവർഗീസ് അച്ഛൻ, മറ്റെല്ലാ ശ്രേഷ്ഠ വൈദികരെ, സ്നേഹ സന്ദേശത്തിൻ്റെ എൻ്റെ പ്രിയ സഹശുശ്രൂഷകരെ, അനുഗ്രഹീത ദൈവജനമേ, യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹത്തിൻ്റെ പ്രണാമം. ഒരു തവണ കൂടെ ഈ അഴകൊഴുകുന്ന പരിശുദ്ധ മദ്ബഹായുടെ മുൻപിൽ തിരുവചനത്തിൻ്റെ ചിന്തകളുമായി നിങ്ങളുടെ മുൻപാകെ നിൽപ്പാൻ ഇടയാക്കിയ ദൈവകൃപയ്ക്ക് സ്തോത്രം. രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. പ്രേക്ഷകരാകാനല്ല, പ്രേക്ഷിതനാകാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. പ്രേക്ഷകരാകാനല്ല, പ്രേക്ഷിതരാകാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. പ്രേക്ഷകൻ കാഴ്ചക്കാരൻ മാത്രമാണ്. പ്രേക്ഷിതൻ അയക്കപ്പെട്ടവനാണ്. തിരുവചനത്തിൻ്റെ പ്രേക്ഷിതനാകാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. രണ്ട്, കാണിയാകാനല്ല, കണ്ണിയാകാനാണ് വിളി. നാം പലപ്പോഴും കാണികളാണ്. ഒരു പെരുന്നാൾ വന്ന് കയറിയിരിക്കുന്നു. വെറും കാണികളായി മാത്രം തീരുമോ? ഒരു ചോദ്യമാണ്. എത്ര മനോഹരമായി ഈ ദേവാലയം അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. പെരുന്നാളും പ്രദക്ഷിണ വഴികളും തിരുവചന സന്ധ്യകളുമെല്ലാം ഒക്കെ കഴിയുമ്പോൾ എന്താണ് അവശേഷിക്കുക എന്നൊരു ചോദ്യം. കണ്ണിന് മനോഹരമായ ഈ ഇലൂമിനേഷൻ കുളിർമയേകുന്നു, വളരെ മനോഹരായിരിക്കുന്നു, കഴിഞ്ഞ വർഷത്തേക്കാൾ എന്ന് നാം വിലയിരുത്തും. പ്രദക്ഷിണ വഴികളിലെ പക്കമേളങ്ങൾ കാതിന് കുളിർമയേകും. കണ്ണിനും സുഖം, കാതിനും സുഖം. കഴിഞ്ഞ കൊല്ലത്തേക്കാൾ പക്കമേളങ്ങൾ അരങ്ങുവാണു എന്ന് നാം വിലയിരുത്തും. പെരുന്നാളൊക്കെ കഴിയുമ്പോൾ വിളമ്പണ നേർച്ചയ്ക്ക് നാവിന്റെ രസമുകുളങ്ങളിൽ രുചിയുടെ പുത്തൻ അധ്യായം എഴുതി ചേർക്കും. നേർച്ച കഴിഞ്ഞ കൊല്ലത്തേക്കാൾ നന്നായിരിക്കുന്നു. കണ്ണിന് സുഖം, കാതിന് സുഖം, നാവിന് സുഖം. പണ്ട് വിക്ടർ ഹ്യൂഗോ എന്നൊരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രപഞ്ചത്തിൽ പട്ടിണി കിടന്ന് മരിച്ച ശരീരത്തേക്കാൾ ഭീകരമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നു മാത്രമാണ്: വെട്ടം കയറാത്ത ആത്മാവ്. ഈ പ്രപഞ്ചത്തിൽ പട്ടിണി കിടന്ന് മരിച്ച ശരീരത്തേക്കാൾ ഭീകരമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നു മാത്രമാണ്: വെട്ടം കയറാത്ത ആത്മാവാണ്. അതെ, ഒരു പെരുന്നാൾ അരങ്ങൊഴിയുമ്പോൾ ഇത്തിരി വെട്ടം കിട്ടിയോ എന്നൊരു ചോദ്യം ഈ അന്തരീക്ഷം അവശേഷിപ്പിക്കുമ്പോൾ എന്തുണ്ടാകും എനിക്ക് മറുപടി പറയാൻ? അതൊരു ചോദ്യമാണ്. പെരുന്നാൾ എന്ന വാക്ക് ഉത്സവം, ഉത്, ചൈതന്യം എന്നാണ് അർത്ഥം. സംസ്കൃത ധാതുവിൽ നിന്ന് ഉത്, ചൈതന്യം.
സവം എന്നാൽ പുറപ്പെടുവിക്കുന്നത്. ഉത്ത് അധികം സവം സമം ഉത്സവം. അങ്ങനെയെങ്കിൽ പെരുന്നാൾ അഥവാ ഉത്സവം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ചൈതന്യം പുറപ്പെടുവിക്കുന്നതാണ്. എന്തായാലും ഒന്ന് തീർച്ചയാണ്, ഈ രാത്രിയിൽ കോട്ടപ്പുറം പള്ളിയുടെ അകത്തിരിക്കുന്ന പലരുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ വിഷാദം നല്ല ഘനത്തിലാണ്. ഇത് പോരാ. പലരെയും കാണുമ്പോൾ വന്ന വഴിക്ക് കാണിക്ക ഇടാൻ കൊണ്ടുവന്ന കാശ് കൂടെ കളഞ്ഞു പോയതുപോലെയാണ് പലരുടെയും ഇരിപ്പ്. എന്തോ ഒരു വിഷമമാണ്. ഇത് പോരാ. ചൈതന്യം ഇത്തിരി കൂടെ ഉണ്ടാകണം. വെട്ടം ഇത്തിരി കൂടെ ചങ്കില് കയറട്ടെ. നമ്മുടെ ഈ ശുശ്രൂഷയിൽ ദൈവവചനം വെളിച്ചമായി തീരട്ടെ. ഈ രാത്രിയുടെ സവിശേഷമായ ചിന്തയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയജാലകങ്ങളിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്ന വേദഭാഗം വിശുദ്ധ വചനത്തിന്റെ ആദ്യ ഗ്രന്ഥം ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 12-ാമത്തെ തിരുവചനമാണ്. ശ്രദ്ധിക്കൂ. ഉൽപ്പത്തി 13:12 വാക്യം ഇങ്ങനെയാണ്. കേൾക്കുമോ? ലോത്ത് അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്ത് സോദോം വരെ കൂടാരം നീക്കി നീക്കി അടിച്ചു. കേൾക്കണമേ, ഒരിക്കൽ കൂടെ. അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. സോദോം വരെ കൂടാരം നീക്കി നീക്കി അടിച്ചു. തിരിച്ചു വരാം. തിരുവചനത്തിൽ നിന്ന് നമുക്ക് ഈ ചിന്തയിലേക്ക് വരാം. പ്രിയമുള്ളവരെ, മേൽപ്പറഞ്ഞ ഞാൻ വായിച്ച വേദവചനത്തിൽ 2 പേരെ കുറിച്ച് വായിച്ചു. ആരൊക്കെയാണ്? ഇത്തിരിയുടെ ശബ്ദം ഒന്നുണ്ടായാൽ. ഒന്ന് അബ്രഹാം. ഞാൻ അല്പം വിയോജിക്കട്ടെ. ബൈബിൾ ശ്രദ്ധിച്ചു നോക്കൂ. അബ്രഹാം ഇല്ല, അബ്രാം. ഒരക്ഷരം കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. കാരണം ഇത് സത്യവേദ പുസ്തകമാണ്. അബ്രാം എന്നേ പേരുള്ളൂ. പിന്നീടാണ് അദ്ദേഹത്തിന്റെ നാൾവഴികളിൽ അബ്രഹാം എന്ന് ചേർക്കപ്പെട്ടത്. ഒരക്ഷരം കൂട്ടാനൊക്കെ ഇല്ല. ഉദാഹരണമായിട്ട് വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച മനുഷ്യനാരാ? സൺഡേ സ്കൂളിന്റെ പരീക്ഷ കഴിഞ്ഞതേ ഉള്ളൂ. കുട്ടികൾ മണിമണി പോലെ പറയും. ആരാണ്? മെത്തൂശലഹ് എന്ന് പറയുന്ന പുള്ളിക്കാരനാണ്. ഈ അപ്പച്ചൻ എത്ര വർഷം ജീവിച്ചു? പറയൂ. 960. അടുത്തു വന്നു, പക്ഷെ ഒക്കില്ലല്ലോ. 969. എത്രയാണ്? ഇന്നങ്ങാണമാണെങ്കിൽ നമ്മൾ എത്ര എഴുതിയേനെ? നമ്മുടെ വീട്ടിൽ പ്രായമായൊരു അപ്പച്ചൻ മരിച്ചു. പത്രത്തിൽ രാത്രി പത്രത്തിന്റെ ഏജന്റ് വാർത്ത എഴുതി കൊല്ലത്തേക്ക് ഫാക്സ് ചെയ്യാൻ തുടങ്ങുമ്പോ, മെയിൽ ചെയ്യാൻ തുടങ്ങുമ്പോ എത്ര വയസ്സായിരുന്നു അപ്പച്ചനെന്ന് ചോദിക്കുമ്പോ 89 കഴിഞ്ഞ കന്നിയിൽ കഴിഞ്ഞ് 90 എഴുതിക്കൊള്ളാൻ പറയും. നമ്മൾ റൗണ്ട് ചെയ്യുന്നവരാ. പക്ഷെ 969 വർഷം ജീവിച്ച മനുഷ്യനെ കുറിച്ച് സനാതനമായ തിരുവചനം രേഖപ്പെടുത്തിയപ്പോൾ 970 എഴുതിയില്ല. മറിച്ച് ഇതാ ദൈവവചനത്തിന്റെ സനാതനത്വം, ദൈവവചനത്തിന്റെ ടോട്ടാലിറ്റി, സമഗ്രത. അതാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അബ്രഹാം പിന്നീടാണ് അബ്രഹാം ആകുന്നത്. 2 പേരെ കുറിച്ച് അവിടെ പറഞ്ഞു. ഒന്ന് അബ്രഹാം, 2 പറയൂ ലോത്ത്. മിണ്ടാതിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. 2 സ്ഥലങ്ങളും അവിടെ പറഞ്ഞു. ഒന്ന് കനാൻ, പാലും തേനും ഒഴുകുന്ന പൊന്നു വിളഞ്ഞ ഭൂമി, സുഗന്ധം ദൈവം ഒരുക്കിയ സുന്ദരഭൂമി. മറ്റൊന്ന് പറയൂ സോദോം. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും. സോദോം. 2 പേർ, അബ്രഹാം, ലോത്ത്. 2 സ്ഥലങ്ങൾ, കനാൻ, സോദോം. വാക്യത്തിന്റെ പുനർവായനയിലേക്ക്. അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പട്ടണങ്ങളിൽ പാർത്ത് സോദോം വരെ കൂടാരം നീക്കി നീക്കി അടിച്ചു. കുറിവാക്യമായി ഈ തിരുവചനം തിരഞ്ഞെടുത്തുകൊണ്ട് ഈ രാത്രിയുടെ ചിന്തകളിലേക്ക്. പ്രിയമുള്ളവരെ,
ഇന്ന് ഈ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു വ്യക്തിയെ ഞാൻ ചില ചിന്തകൾക്ക് കൂട്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഇന്ന് അച്ഛൻ പ്രസംഗിക്കാൻ പോണ വിഷയം അബ്രാം അല്ല. നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള ആളാണ് അബ്രാം. എന്നാൽ അബ്രഹാം ജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ച ചരിത്രത്തിലെ തേജോമയൻ. എന്നാൽ തോറ്റുപോയൊരു മനുഷ്യൻ കൂടെയുണ്ട്, ലോത്ത്. ചരിത്രം തോൽവികളുടേത് കൂടെയാണ്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സാമൂഹ്യ പാഠപുസ്തകത്തിന്റെ താളുകളിൽ ജയിച്ചവരുടെ കഥകളാണ്. ചരിത്രം ഓർക്കുക, ജയിച്ചവരുടെ കഥകളാണ്. തോറ്റവർ, തോറ്റുപോയ ലോത്തും തോറ്റുപോയ ഇസ്മായേലും തോറ്റുപോയ ഹാഗാറും തോറ്റുപോയ ഊരിയാവും തോറ്റുപോയ എത്ര മനുഷ്യർ. തോറ്റുപോയവരുടെ കൂടെ കഥകളാണ് വേദപുസ്തകം. കാരണം തോൽവി ഒരു കണ്ണാടിയാണ്. അവർ ലാസ്റ്റ് മിസ്റ്റേക്ക് ഈസ് അവർ ബെസ്റ്റ് ടീച്ചർ എന്ന് ആംഗലേയ ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട്. നമ്മുടെ അവസാനത്തെ അബദ്ധമാണ് നമ്മുടെ ഏറ്റവും നല്ല ഗുരു. ഇന്ന് ഈ പള്ളിയിലേക്ക് കയറി വന്നപ്പോ ഒരു കല്ലിൽ തട്ടിന്നിരിക്കട്ടെ, എന്നാ വിളിക്കണോ അതിനെ? അബദ്ധം. സന്ധ്യ ആയതുകൊണ്ടാ, വെള്ളെഴുത്തും തുടങ്ങിയില്ലേ, സാരമില്ല, അബദ്ധമാണ്. എന്നാൽ നാളെ വൈകിട്ടും വരുമ്പോ അതേ കല്ലിൽ നിങ്ങൾ തട്ടിയാൽ അതിനെ എന്നാ വിളിക്കണം? അബദ്ധം എന്ന് വിളിക്കണോ? നോ, അത് അബദ്ധമല്ല, മണ്ടത്തരമാണ്. ഈ രാത്രിയുടെ കല്ല് നാളെയുടെ പാഠപുസ്തകമാണ്. അവർ ലാസ്റ്റ് മിസ്റ്റേക്ക് ഈസ് അവർ ബെസ്റ്റ് ടീച്ചർ. അതുകൊണ്ട് വചനം പരിചയപ്പെടുത്തുന്ന തോൽവികൾ കാലത്തിന്റെ പാഠപുസ്തകമാണ്, കാലത്തിന്റെ ഗുരുനാഥന്മാരാണ്. തിരുവചനം പരിചയപ്പെടുത്തുന്ന തോൽവിയുടെ അനുഭവങ്ങൾ, തോറ്റവർ ചരിത്രത്തിന്റെ പാഠങ്ങളാണ്. അങ്ങനെയെങ്കിൽ ചില പുത്തൻ പാഠങ്ങൾ പകർന്നു തരുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നാം ചിന്തിക്കുന്ന ലോത്ത്. ലോത്തിനെ കുറിച്ചാണ് ഈ രാത്രി വിചാരങ്ങൾ രൂപപ്പെടേണ്ടത്. സഹോദരങ്ങളെ, ലോത്ത് നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാക്കുന്ന ഒരു രൂപമല്ല. അബ്രഹാമിനോടൊപ്പം ജീവിച്ചിട്ടും കാലത്തിൽ തോറ്റുപോയ മനുഷ്യൻ. ആ വാക്കിന്റെ അർത്ഥം ആവരണം എന്നാണ്, പൊതിച്ചിൽ എന്നാണ്, കവറിങ്. എന്നാൽ വേദപുസ്തക പണ്ഡിതന്മാർ ആ പേരിന് കൊടുക്കുന്ന അർത്ഥം കാഴ്ചയാൽ നടക്കുന്നവൻ എന്നാണ്. രണ്ട് തരത്തിലാണ് അർത്ഥം. ഒന്ന് ആവരണം, പൊതിച്ചിൽ, കവറിങ്. രണ്ട് കാഴ്ചയാൽ നടക്കുന്നവൻ. ശ്രദ്ധിക്കൂ, ഉൽപ്പത്തി പുസ്തകം 12, 13, 19 അധ്യായങ്ങൾ ചേർത്ത് ഒന്ന് വായിക്കാൻ തോന്നുന്നത് നല്ലതാണ്. ഇപ്പോൾ വേണ്ട. ഈ പ്രസംഗത്തിന്റെ ഉള്ളടക്കം ഈ 3 അധ്യായങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഉൽപ്പത്തി 12, 13, 19. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യന്റെ ജീവിതം ആകമാനം ഇഴകീറി പരിശോധിക്കുമ്പോൾ, വേദപുസ്തകം ശ്രദ്ധയോടെ പഠനത്തിന് വിധേയമാക്കുമ്പോൾ 2018 കറുത്ത കരിപിടിച്ച വർത്തമാനകാലത്തോട് ലോത്ത് സംസാരിക്കുന്നു ചില പാഠങ്ങൾ. ഈ രാത്രി അത്തരം ചില ചിന്തകളെ ഓർമ്മപ്പെടുത്താനാണ് ഈ ഉള്ളവന്റെ ശ്രമം. ലോത്ത് ചരിത്രത്തിന്റെ അങ്ങേ തലയ്ക്കൽ പരാജയപ്പെട്ട മനുഷ്യൻ. ലോത്തിന്റെ പരാജയങ്ങൾ ഈ കാലത്തിൽ ഈ കറുത്ത 6 മുഴം ചേലയ്ക്കുള്ളിൽ എന്റെ പരാജയമാണ് എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഈ രാത്രി ഞാൻ ആ വിഷയം എടുക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനത്തിന് തോന്നേണ്ടിയിരിക്കുന്നു ഈ രാത്രി, എന്റെ ദൈവമേ, ഈ ലോത്തിന്റെ പരാജയം എന്റെ കൂടെ പരാജയമാണല്ലോ എന്ന് തോന്നാൻ സാധിച്ചാൽ ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ തിരുവചനത്തിൽ കൂടെ ഇവിടെ പ്രവർത്തിക്കുന്നു. അതിനൊരുങ്ങാം, ശ്രദ്ധയോടെ നമുക്കായിരിക്കാം. പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ ലോത്ത് പരാജയപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം, he forget the glories of the past. He forget the glories of the past. അയാൾ ഇന്നലകളുടെ മഹത്വത്തെ, നന്മകളെ മറക്കുന്നു. അയാൾ ഇന്നലകളുടെ നന്മകളെ മറക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ തലക്കെട്ട് ഹൃദയത്തിൽ ഉണ്ടാകണം. അയാൾ ഇന്നലകളുടെ നന്മകളെ മറക്കുന്നു. ഞാൻ നിങ്ങളെ ഒരു പഴയ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്.
നിങ്ങൾ എൻ്റെ കൂടെ വരണം, ഇവിടെ ഇരിക്കരുത്. മനസ്സുകൊണ്ട് ഒരു വാഗ്മയ ചിത്രം നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചിടണം. ഒരു പഴയ വീട്, കുമ്മായക്കല്ലുകൾ പാകിയ ഒരു പഴയ വീട്. ദേ ആ ടീഷർട്ട് ഇട്ടിരിക്കണ, കണ്ണാടി വച്ച, ഇപ്പോഴും ഞാൻ പറയുന്നതൊന്നും അറിയാതെ ഇരിക്കുന്ന ആ കൊച്ചു കൗമാരക്കാരൻ്റെ പ്രായമുള്ളൊരു കുട്ടിയെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആ വീട്ടിൽ നേരം പുലർന്നു വരുന്നു. കോലായിൽ വരാന്തയിൽ ഒരു ചാരുകസേരയിൽ 75 വയസ്സുള്ള ഒരു വൃദ്ധൻ ഒരു കട്ടൻ കാപ്പിയും കുടിച്ച് നരച്ച താടിയും തടവി ചാരിക്കിടക്കുക. കണ്ടോ? കാണണം. കണ്ടോ? ഈ മനുഷ്യൻ അങ്ങനെ ചാരിക്കിടക്കുമ്പോ ഉയരത്തിൽ നിന്ന് ഇദ്ദേഹത്തോട് 3 കാര്യങ്ങൾ പറഞ്ഞു. 1, നീ നിന്റെ കുടുംബം ഉപേക്ഷിക്കണം. 2, നീ നിന്റെ വീട്ടുകാരെ ഉപേക്ഷിക്കണം. 3, നീ നിന്റെ ദേശം ഉപേക്ഷിക്കണം. 75 വയസ്സാണേ. ഇത്തിരി ധന്നന്തരം കുഴമ്പൊക്കെ കാലെ തേച്ച് വീട്ടിരിക്കേണ്ട പ്രായമാണ്. വീട് വിടുക, നാട് വിടുക, വീട്ടുകാരെ കളയുക. ഈ മനുഷ്യൻ ഈ മാനദണ്ഡങ്ങളെ കേട്ടപാടെ ചാടി എഴുന്നേറ്റു. തന്റെ തുകൽ സഞ്ചിയിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാരിക്കെട്ടി തോളത്തിട്ടു. ഏറ്റവും പ്രിയപ്പെട്ട ചിലരുമായി ആ വീടിന്റെ കോലാവിട്ട് ഇറങ്ങിപ്പോവുക. കാണണം. അപ്പോഴുണ്ട് നമ്മുടെ ആ കുട്ടിയുടെ പ്രായം ഉണ്ടാവണം. നമ്മുടെ കഥാനായകൻ മുറ്റത്തൊരു ഓലപ്പീപ്പി ഉണ്ടാക്കി ഓടിക്കളിക്കുകയാണ്. അവന്റെ ശ്രദ്ധ അതിൽ മാത്രമാണ്. മുറ്റത്തിങ്ങനെ പമ്പരമുണ്ടാക്കി ഓടിക്കളിക്കുന്നു. ഈ കുഞ്ഞ് നോക്കിയപ്പോൾ ഈ അപ്പച്ചൻ ഇറങ്ങിപ്പോവുക എന്നേക്കുമായി. ഈ കുഞ്ഞ് കയ്യിലിരുന്ന ഓലപ്പമ്പരം വലിച്ചെറിഞ്ഞു. ഈ അപ്പച്ചന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഈ പോന്നയാളെ നിങ്ങൾക്കറിയാം. ആരാന്ന് പറയാമോ? അബ്രാം. ഇപ്പോൾ ചിലർ ചിന്തിക്കും, എവിടെയാണ് അബ്രാം കട്ടൻ കാപ്പി കുടിച്ച കഥ? അല്ലേ? അതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ ഒരു വാഗ്മയ ചിത്രം പോലെ ഞാൻ സൂചിപ്പിച്ചത് മാത്രം. ഈ പോന്ന മനുഷ്യന്റെ പേര് അബ്രാം. 75 വയസ്സുണ്ട്. ഓലപ്പമ്പരം വലിച്ചെറിഞ്ഞിട്ട് ഈ വൃദ്ധന്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കണ കൗമാരക്കാരന്റെ പേരും നിങ്ങൾക്കറിയാം. ലോത്ത്. അബ്രഹാമിന്റെ സഹോദരന്റെ മകൻ. ഇവന്റെ അപ്പൻ മരിച്ചു പോയതാ, ഹാരാൻ. ആരുമില്ല. എന്നാൽ ഇവനെ ഇത്രയൊക്കെ വളർത്തുന്നത് ആരാന്നറിയാമോ? ഇത്രയൊക്കെ ആക്കിയത് ഉപ്പാപ്പന. ഈ ഇറങ്ങിപ്പോണ ഉപ്പാപ്പന. ഈ കുഞ്ഞ് പമ്പരം വലിച്ചെറിഞ്ഞ്, കളിപ്പാട്ടം വലിച്ചെറിഞ്ഞ് വൃദ്ധന്റെ കണ്ണിലേക്ക് നോക്കുന്നതിന് ഒരർത്ഥമുണ്ട്. എന്റെ ഉപ്പാപ്പ എന്നെ കൂടെ കൊണ്ടുപോ, എനിക്കിനി ആരാ? 4 കണ്ണുകൾ കഥ പറഞ്ഞു. അബ്രാം തിരിഞ്ഞു നിന്നു. ഈ 12-13 വയസ്സുള്ള പയ്യന്റെ കൈ പിടിച്ചു. കാണുന്നുണ്ടോ? ഈ കാലം അതിന്റെ രഥചക്രം പിന്നെയും ഉരുണ്ടു. ഒരു യാത്ര. 75കാരനും കൗമാരക്കാരനും, കൂടെ പ്രിയപ്പെട്ട ചിലരും. ഉൽപ്പത്തി 12, ദ കോൾ ഓഫ് അബ്രഹാം എന്ന് പറയുന്ന അബ്രഹാമിന്റെ വിളി. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഋതുക്കൾ മാറി മാറി വന്നു. വേനലും ഹേമന്തവും ഗ്രീഷ്മവും ഒക്കെ പിറകോട്ടോടി. കാലമേറെ കഴിഞ്ഞു. 75 വയസ്സുള്ള അബ്രാമിന് 100-നടുത്ത് പ്രായം. ജരാനരകൾ ബാധിച്ചു, വൃദ്ധനായി. കൂടെ പഴയ ആ കുട്ടിയില്ലേ, ആ കൗമാരക്കാരൻ. അവനിന്ന് പഴയ വള്ളി നിക്കറിട്ട കുട്ടിയല്ല. നല്ല തണ്ടും തടിയും ചോരയും നീരുമുള്ള ഒരു ചെറുപ്പക്കാരൻ, മിടുക്കൻ, യൗവനക്കാരൻ. 2 പേർക്കും ഇഷ്ടം പോലെ പൊന്നും വെള്ളിയും ആടും മാടും ഒക്കെ ഉണ്ടായി. എന്നാൽ പോകുന്ന വഴിയിൽ അബ്രാമിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും തമ്മി വഴക്കുണ്ടായി. വഴക്കുമൂത്തു. ഈ പോക്കിനെ കുറിച്ച് അടിവരയിടേണ്ട ഒരു വേദവാക്യമുണ്ട്. ഉൽപ്പത്തി 13:6 ഇങ്ങനെയാണ്: Their possessions were so great that they could not live together. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ മക്കളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സ് തുറന്നിട്ട് ഒരു ചുവന്ന മഷിപ്പേന കൊണ്ട് അടിവരയിടേണ്ട വാക്യ എന്താ? സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല. കാലത്തിന്റെ അങ്ങേ തലയ്ക്കൽ ജീവിച്ച 2 പേരെ കുറിച്ചാ. എന്തുകൊണ്ട് അവരുടെ ബന്ധം മുറിഞ്ഞു മാറി? ഒറ്റ കാരണം: പച്ചയും പുത്തനും കൂടിയതാ. ജീവിതത്തിന്റെ പരുക്കുകളല്ല, കടഭാരമല്ല, ദാരിദ്ര്യമല്ല, കണ്ണീരല്ല,
അലച്ചിലുകളല്ല, നെടുവീർപ്പുകളല്ല. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല. എന്തിനാണ് ഞാനിത് അടിവരയിടുന്നത്? എനിക്ക് തോന്നുന്നു എന്റെ ഉടയവനെ, എന്റെ പരാജയവും ഇന്നിത് തന്നെയാ. ദൈവം തമ്പുരാൻ ഇത്തിരി പച്ചയും പളവളപ്പും പുത്തനും ഒക്കെ കൂടുതൽ തരുമ്പോ നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു. ശ്രദ്ധിക്കൂ, ഉൽപ്പത്തി 13:6 അതേപോലെ ആവർത്തിക്കുന്നുണ്ട്. 36 അധ്യായം 7 വാക്യം. ഇതേ വചനം, പക്ഷേ അടുത്ത തലമുറയാ. ഏശാവിനും യാക്കോബിനും ഇടയിൽ their possessions were so great that they could not live together. ഒരുമിച്ച് പാർപ്പാൻ സമ്പത്ത് ആ തലമുറയെയും അനുവദിക്കുന്നില്ല. തിരിച്ചു വരാം. രണ്ടുപേരുടെ ഇടയന്മാരെ തമ്മിൽ വഴക്കുണ്ടായി. അബ്രാം ലോത്തിനോട് വിശ്വവിഖ്യാതമായ ഒരു കാര്യം പറഞ്ഞു. എന്തെന്നറിയാം? എന്റെ മോനെ, മക്കളെ, നമുക്ക് പിരിയാം, പറ്റില്ലിങ്ങനെ. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ, പറയൂ, പ്രസിദ്ധല്ലേ, പറയൂ, വലത്തോട്ട്. അല്ല, എന്റെ മോൻ വലത്തോട്ടാണെങ്കിൽ ഞാൻ ഇടത്തോട്ട്. ഇത് കേട്ട പാടെ, കേൾക്കാത്ത പാടെ ലോത്ത് നോക്കിയപ്പോൾ ഒരു വശത്ത് മരുഭൂമിയുടെ മണൽക്കാടുകൾ. ലോത്ത് ചിന്തിച്ചു, കിളവൻ എന്ത് പ്രായമായിരിക്കുന്നു, 100 വയസ്സായി, ഇങ്ങേരിനി എത്ര നാളാ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുക. എന്നാൽ മറുവശത്തേക്ക് നോക്കിയപ്പോ വസന്തത്തിന്റെ പുത്തൻ തേരോട്ടം, പുല്ലും പൂവും കാത്തു നിൽക്കുന്ന ഒരു ഭൂമി. ലോത്ത് ചിന്തിച്ചു, ഈ മരുഭൂമി പോയി തുലയട്ടെ വൃദ്ധൻ. മറുവശം എന്റെ യൗവനമാണ്, എന്റെ സിരകളിൽ സ്വപ്നങ്ങൾ പൂത്തുലയുന്ന കാലം, എനിക്ക് ജീവിക്കണം. അതെ, ഇന്നലകളിൽ അനാഥനായിരുന്ന തന്നെ, അപ്പൻ മരിച്ചുപോയ തന്നെ ഈ ഉപ്പാപ്പൻ, ഈ പുറകെ നിൽക്കുന്ന ആളുണ്ടല്ലോ, കൈപിടിച്ച് ചൊല്ലും ചോറും തന്ന് കണ്ണീരൊപ്പി ഇത്രത്തോളമാക്കിയപ്പോൾ ജീവിതത്തിന്റെ നിർണായകമായൊരു നിമിഷത്തിൽ ഈ വൃദ്ധനെ മരുഭൂമിയുടെ ഊഷരതയിലേക്ക് വലിച്ചെറിയുന്ന ലോത്ത് ഈ കാലഘട്ടത്തിൽ നമ്മോട് പറയുന്നു, അയാൾ ചരിത്രത്തിൽ ഇടം പിടിക്കാതെ പരാജയപ്പെടാനുള്ള ആദ്യത്തെ കാരണം, he forgot the glories of the past. അയാൾ ഇന്നലകളുടെ മഹത്വത്തെ, നന്മകളെ മറക്കുന്നു. നടത്തിയ വഴികൾ, തന്നെ ആരാണിങ്ങനെ ആക്കിയതെന്ന് മറന്നുപോകുന്നു. തിരിച്ചു വരാം ലോത്തിൽ നിന്ന്. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ കാലം ലോത്തിന്റെ കാലല്ലേ? ഇതുപോലെ ഇന്നലകളെ മറക്കുന്നൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇതുപോലെ ഇന്നലകളെ മറക്കുന്നൊരു കാലം ഉണ്ടായിട്ടില്ല. ശരിയല്ല? ഇത്രയും മറവിയുള്ള ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ ഓർമ്മകളൊക്കെ പോയിരിക്കുന്നു. ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു രോഗം പരിചയമുണ്ടല്ലോ. തലച്ചോറിലെ ഓർമ്മയുടെ കോശങ്ങൾ ശിഥിലമായി പോകുന്നതാണ്. വാർദ്ധക്യത്തിൽ ഡിമെൻഷ്യ, ഒരുപാട് പേർക്ക് ഡിമെൻഷ്യ ഉണ്ട്. പ്രായമാകുമ്പോഴല്ലേ, സാരമില്ല. മറ്റൊരു രോഗമുണ്ട്, അംനീഷ്യ എന്ന് പറയും. ലോങ് ടൈം മെമ്മറി നഷ്ടപ്പെടുന്നതാ. കുറച്ചു നാളത്തെ ഓർമ്മ കാണില്ല, അതിനപ്പുറം ഉണ്ടാവും. അതും വലിയ കുഴപ്പമില്ല. ഇതൊക്കെ ഒരു ഏജ് കഴിഞ്ഞു വരുന്നതാണ്. മറ്റൊരു രോഗമുണ്ട്, ഡിമെൻഷ്യയും അംനീഷ്യയും, അല്ലെങ്കിൽ പിന്നെ അൽഷിമേഴ്സ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. കേട്ടിട്ടില്ലേ? 20 വയസ്സുള്ള ആൾക്ക് വരാം, 25കാരിക്ക് വരാം, ഒന്നും ഓർക്കില്ല. ഭൂതകാലം പൂർണ്ണമായും വിസ്മൃതിയുടെ ചവറ്റുകൂനയിൽ. ഇത് അൽഷിമേഴ്സിന്റെ കാലം. സ്പിരിച്വൽ അൽഷിമേഴ്സ്, എത്തിക്കൽ അൽഷിമേഴ്സ്. ധാർമ്മികതയിൽ, ആധ്യാത്മികതയിൽ, കടപ്പാടുകളിൽ മറവി. ഇത്രയും മറവി നമുക്ക് മുമ്പില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് ഒരു സിമ്പിൾ ടെസ്റ്റ്. ഒരു 15 വർഷം മുമ്പ് നമുക്ക് എത്ര ഫോൺ നമ്പർ കാണാനറിയായിരുന്നു? എത്ര ലാൻഡ് ഫോൺ നമ്പർ? ഒരു അനക്കോ ഇല്ലല്ലോ. ഒരു 4-5 നമ്പരെങ്കിലും അറിയാമായിരുന്നു. അവിടെ ഇവിടെ അന്ന് ഫോൺ ഇത്ര വ്യാപകമല്ല. ഒരു 5-6 ലാൻഡ് നമ്പരെങ്കിലും നമുക്ക് കാണാൻ അറിയാമായിരുന്നു. ഇന്ന് ലാൻഡ് ഫോണുകൾ കടപുഴകി, മൊബൈൽ ഫോണുകൾ 2 വീതം നമ്മുടെ കയ്യിലുണ്ട്. ഒരൊറ്റ ഫോൺ നമ്പർ കാണാൻ അറിയാം. സ്വന്തം കെട്ടിയവന്റെ നമ്പർ ഒറ്റയടിക്ക് കാണാതെ പറയാൻ പറഞ്ഞാൽ ഈ പള്ളിയിൽ എത്ര സ്ത്രീകൾ പറയും? പിന്നെയും നിങ്ങൾ പറഞ്ഞാലും, ഞാൻ ഉൾപ്പെടെയുള്ള പുരുഷന്മാരോട് നിങ്ങളുടെ ഭാര്യയുടെ നമ്പർ ഒറ്റയടിക്ക് പറയാൻ പറഞ്ഞാൽ എന്തേ? ഞാനൊരു സിമ്പിൾ ടെസ്റ്റ് മാത്രമാണ് പറഞ്ഞത്.
മറവി കൂടിയിരിക്കുന്നു. കാരണം നമ്മുടെ കൈകളിൽ മെമ്മറി കാർഡുകളുണ്ട്, അമ്മച്ചിമാരുടെ മൊബൈലിനകത്ത് പോലുണ്ട്, ഹാർഡ് ഡിസ്കുകളുണ്ട്, ആയിരക്കണക്കിന് GB ശേഖരിച്ചു വയ്ക്കാവുന്ന ഉപകരണങ്ങളിൽ ഓർമ്മകൾ ചെപ്പുകളായപ്പോൾ മാഞ്ഞുപോയത് മനസ്സിന്റെ മെമ്മറി കാർഡാ. മാഞ്ഞുപോയത് മനസ്സിന്റെ മെമ്മറി കാർഡാ. നമ്മളെക്കുറിച്ച് നാട്ടുകാർ പലരും പറയും, അവൻ പോണ പോക്കണ്ട, അവള് പോണ പോക്കണ്ട, എന്തൊരു ജാടയാ, എന്തൊരു ഗമയാ. ഒരു സാധനോടെ കൂടെ പറയും, എങ്ങനെ കഴിഞ്ഞതാ. അതെ, 2018 ഞാനും താങ്കളും സുഹൃത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിയൊരു ഫ്ലാഷ് ബാക്ക്. ഒരു 20 വർഷം മുമ്പ് ഇത്രയും ഇല്ലായിരുന്നു. പോർച്ച് മുതൽ വർക്കേറിയ വരെ ഒന്ന് സഞ്ചരിച്ചു നോക്കിക്കുക മനസ്സുകൊണ്ട്. ഇത്രയും നന്മയൊന്നുമില്ലായിരുന്നു. പോർച്ചിൽ ഇത്ര വില കൂടിയ വാഹനമില്ലായിരുന്നു. പോർച്ച് മുതൽ വർക്കേറിയ വരെ മനസ്സുകൊണ്ടൊന്ന് സഞ്ചരിച്ച് പഴയതൊന്നും നാം ഓർക്കാറില്ല. ഓർമ്മകളില്ലാത്ത കാലം ലോത്തിന്റെ കാലം. ഇത് ഗുരുത്വക്കേടിന്റെ കാലമാണ്, ഗുരുത്വമില്ലാത്ത കാലം. പെർവർഷനും പ്രൈഡും പ്ലഷറും 3 P ഈ കാലത്തിന്റെ പ്രശ്നം. പെർവർഷൻ വക്രത, പ്രൈഡ് അഹങ്കാരം, പ്ലഷർ സുഖിക്കണം, സുഖം. ഇത് 3 അല്ലേ? അധ്യാപകന്റെ കുപ്പായത്തിൽ കരിയോയിലൊഴിക്കുന്ന കാലം. പ്രിയമുള്ളവരെ, അധ്യാപകന്റെ കുപ്പായത്തിൽ കരിയോയിലൊഴിക്കുന്ന കാലം, പ്രിൻസിപ്പളിന്റെ കസേര കത്തിക്കുന്ന കാലം, ഗുരുത്വക്കേട് ഇരുന്നു വാങ്ങുന്ന കാലം. ഇത് ലോത്തിന്റെ കാലം. ഇന്നലകൾ നാം സമൃദ്ധമായി മറന്നുപോയിരിക്കുന്നു. എനിക്ക് തോന്നുന്നുണ്ട് വേറെ പുസ്തകത്തിൽ നമുക്ക് ചേരുന്ന ഒരു പക്ഷിയുണ്ട്. ശ്രദ്ധിക്കൂ, ഇങ്ങോട്ട് നോക്കിക്കോളൂ. നോഹയുടെ പെട്ടകത്തിൽ നിന്ന് പ്രളയം താണോ എന്ന് അറിയാൻ വേണ്ടി നോഹ പറത്തിവിട്ടൊരു പക്ഷിയുണ്ട്. പേര് പറയുമോ? മലങ്കാക്ക. പിന്നെയാണ് എന്തിനെ വിട്ടത്? ഈ മലങ്കാക്കയെ വിട്ടപ്പോ മലങ്കാക്കയെ തന്റെ കരങ്ങളിൽ എടുത്ത് പെട്ടകത്തിന്റെ ജാലകം തുറന്ന് നോഹ അതിന്റെ കൊക്കുകളിൽ തലോടിക്കൊണ്ട് അതിന്റെ ചെവിയിൽ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട കാക്കയെ പോയി വരിക, വെള്ളം താണോ എന്ന് നോക്കി വരിക. ഈ കാക്ക തല കുലുക്കിക്കൊണ്ട് സുരേഷ് ഗോപി പറയണത് പോലെയാ പറഞ്ഞേ, ദേ പോയി ദാ വന്നു, ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. വന്നോ? സോർണോ വന്നോ? എന്തുകൊണ്ട്? ഒരൊറ്റ ഉത്തരം മാത്രം. പോയപ്പോ നല്ല വിചാരത്തോടെ പോയെ, തിരിച്ചു വരും. ഈ അപ്പച്ചനല്ലേ എന്നെ ഇത്രയും നാള് നോക്കി. ആര്? നോഹ. പക്ഷെ താഴേക്ക് പറന്നു എന്നപ്പോ പ്രളയമടിഞ്ഞ ഭൂമിയിൽ, എക്കലടിഞ്ഞ ഭൂമിയിൽ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ശവശരീരങ്ങൾ എച്ചിൽ കൂമ്പാരം കണ്ട കാക്ക ചിക്കൻ ബിരിയാണി കണ്ടതുപോലെ ആയിപ്പോയി. പുതിയ വിരുന്ന് കണ്ടപ്പോ പഴയ കരുതൽ മറന്ന പക്ഷിയുടെ പേരാണ് മലങ്കാക്ക. അങ്ങനെയെങ്കിൽ ഈ രാത്രി നമ്മുടെ മനസാക്ഷിയോട് ചോദിച്ചാട്ടെ, നമ്മളൊക്കെ ചില നേരങ്ങളിൽ ആരാ? മലങ്കാക്കയാ. നിങ്ങൾ ഉറക്കെ പറയില്ല എന്നുള്ളതേ ഉള്ളൂ. സത്യമായും അങ്ങനെ തന്നെയാണ്. നമ്മളൊക്കെ ചില നേരങ്ങളിൽ പുതിയത് കാണുമ്പോ പഴയത്. എന്നെ കേൾക്കുന്ന കൗമാരക്കാര്, പരീക്ഷയായോണ്ട് കുഞ്ഞുങ്ങൾ കുറവാ, എങ്കിലും ഉണ്ട് സന്തോഷം. പുതിയ ചാറ്റിങ്ങിന്റെ സുഖം കാണുമ്പോ അപ്പന്റെ വിയർപ്പ് മറക്കല്ലേ. പുതിയ ഇഷ്ടങ്ങളെ കൂട്ടുപിടിക്കുമ്പോ അമ്മയുടെ വേദന, എന്റെ പൊന്നുമക്കളെ മറക്കല്ലേ. ഒരു കോപ്പിയുടെ കടലാസ് പിടിക്കുമ്പോ തീവണ്ടി പാളത്തിലേക്ക് ഓടുമ്പോ, എന്തേ പെൺകുട്ടി നിന്റെ മനസ്സിൽ അമ്മയുടെ മുഖം ഓർമ്മ വന്നില്ല? നിന്നെ പെറ്റ അമ്മയുടെ മുഖം ഓർമ്മ വന്നില്ല? പുതിയത് കാണുമ്പോഴൊന്നും പഴയത് മറക്കരുത്. ഇന്നലകളെ മറക്കുന്ന മലങ്കാക്കകൾ, കാലത്തിന്റെ വൈരുദ്ധ്യം, കാലത്തിന്റെ പ്രതിസന്ധി. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വാക്യം ഞാൻ പറയാം, ഓർത്തിരിക്കാൻ എളുപ്പമുള്ളൊരു വാക്യം. വിശുദ്ധ ലൂക്കോസ് 17:17. എന്ത് രസമാണ്, വണ്ടി നമ്പർ പോലെ ഓർത്തിരിക്കാം അല്ലേ? 17:17. എന്താ വാക്യം എന്നറിയാമോ? ഒരു ചെറിയ ചോദ്യം, ക്രിസ്തുവിന്റെ കുഞ്ഞൻ ചോദ്യം. ചോദ്യം ഇതാണ്: ഇവിടെ ആ 9 പേർ? 10 കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിച്ചിട്ട് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് മടങ്ങി വന്നത് ഒരാൾ മാത്രമാണ്. ഒരാൾ മാത്രം മടങ്ങി വന്നപ്പോ യേശു ചോദിച്ചു, എവിടെ ആ 9 പേർ? ഈ വന്നയാൾ ആരാന്നറിയാമോ? എനം.
ജാതി ചോദിക്കരുത്, ജാതി പറയരുതെന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ഞാൻ പറയട്ടെ, വന്നവൻ വിജാതീയൻ ശമരിയക്കാരൻ, വരാത്ത 9 യഹൂദൻ സ്വജാതി എന്ന് പറഞ്ഞാൽ അന്നേ ഇങ്ങനെയാണ്. മൂട് മറക്കുകയും നന്ദിയില്ലാത്ത ഒരു കൂട്ടം. മൈക്കില് കേൾക്കില്ലല്ലോ, നമ്മളാ. 9 സ്വജാതിയാ, വന്നില്ല. ഒരുത്തൻ മാത്രം വിജാതീയൻ നന്ദി പറയാൻ വന്നു. എവിടെ എന്റെ മോനെ? 10 പേരല്ലേടാ സൗഖ്യം പ്രാപിച്ചത്, എവിടെയാ 9 പേർ? ഇന്ന് രാത്രി ചിന്തിക്കൂ, ഞാൻ ആ മലങ്കാക്കയുടെ കൂട്ടത്തിലോ, ഞാൻ ആ 9 പേരുടെ കൂട്ടത്തിലോ? ഒടേ തമ്പുരാന് നന്ദി പറയാനുള്ള മുഖാന്തര പെരുന്നാൾ. നീന്തിയ കണ്ണീർ പുഴകളെ മറക്കരുത്, നടന്നു തീർത്ത നെരിപ്പോടുകളെ മറക്കരുത്. ഈ നന്മയുടെ പിന്നിൽ കുറെ കണ്ണീരുണ്ടായിരുന്നു, പലർക്കും വിഷമമുണ്ട്. എന്തെന്നറിയാമോ? എന്നാലും അവൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, അവൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. പലരോടും നാം ബന്ധം മുറിച്ചു. ഐ ഡിഡ് ഇറ്റ് ഫോർ എ ഫൺ സേക്ക്, ഞാനൊരു തമാശയ്ക്ക് ചെയ്തടാ, കാര്യാക്കല്ലേ എന്നൊക്കെ പലതും നമ്മൾ ന്യായീകരിക്കും. ഇന്നലകളെ മറക്കുന്നു. നോഹയുടെ പെട്ടകത്തിലെ വലങ്കാക്ക, എവിടെയാ 9 പേർ? നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വൃദ്ധമന്ദിരങ്ങളുള്ളത് മധ്യ തിരുവിതാംകൂറിലാണ്. മൂട് മറക്കുന്നതിന്റെ, ഇന്നലകളെ മാതാപിതാക്കളെ മറക്കുന്ന, കടപ്പാടുകളെ മറക്കുന്നതിന് ഉദാഹരണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്ന ഒരു സ്ഥലം മധ്യ തിരുവിതാംകൂറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മനോരോഗികളുള്ള സ്ഥലം മധ്യ തിരുവിതാംകൂറാണ്. എന്താ മധ്യ തിരുവിതാംകൂറിന്റെ പ്രത്യേകത? കോഴഞ്ചേരിയും കുമ്പനാടും മല്ലപ്പള്ളിയും ചങ്ങനാശ്ശേരിയും പത്തനംതിട്ടയും പന്തളവും ചെങ്ങന്നൂരും തിരുവല്ലായും ഒക്കെ അടങ്ങണ നസ്രാണിയുടെ ജനസംഖ്യാനുപാതം കൂടുതലുള്ള സ്ഥലം. പാവയ്ക്ക പോലെ വരച്ചു തീർക്കാവുന്ന നമ്മുടെ കൊച്ചു കേരളം. ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് ബന്ധങ്ങൾ ഏറ്റവും കൂടുതലെന്ന് മുറിഞ്ഞു മാറുന്നത്. എന്തേ? ഇന്നലകളെ മറക്കുന്ന ലോത്തിന്റെ കാലം. നമുക്ക് ഓർമ്മകൾ ഉപകരണങ്ങളിൽ മാത്രം. പ്രിയപ്പെട്ടവരെ, ഗുരുത്വത്തിന്റെ കേട്. പിള്ളേരെ കുറിച്ച് നമ്മൾ പറയും കുരുത്തക്കേടാണ്, കൊച്ചിന് ഭയങ്കര. പറയല്ലേ, കുട്ടികൾക്ക് കുരുത്തക്കേടില്ല, കുസൃതി മാത്രമേ ഉള്ളൂ. എൻ്റെ പൊന്നു സഹോദരി, കുരുത്തക്കേട് ആർക്കാ? നമുക്കാ. 4 അക്ഷരത്തിന്റെ വിദ്യാഭ്യാസവും 4 ആളറിയുന്ന സ്ഥാനവും 4 കാശും ഉണ്ടാകുമ്പോ നമ്മൾ മറക്കുന്നൊരു 3 അക്ഷരമുണ്ട്. ഏതാ? ഗുരുത്വം. ഒരു 3 അക്ഷരമുണ്ട്, ഗുരുത്വം. ഇനിയിപ്പോ അടുത്ത ഞായറാഴ്ച വരുന്നു. കോശി ജോണച്ചനോട് ലേശം വിരോധം നിങ്ങൾക്ക് തോന്നുന്നൊരു ദിവസമാണേ. എന്താ കാരണം? ഒരു കാരണമുണ്ട്, എനിക്കറിയാം. അന്ന് പതിവ് പോലെ കോശി ജോണച്ചൻ പരിശുദ്ധ കുർബാന ചൊല്ലും തുടങ്ങും. അന്നേരാണത് സംഭവിക്കുക. അപ്പോഴാണ് അച്ഛനോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നത്, എനിക്കറിയാം. കഴിഞ്ഞ വർഷവും തോന്നിയതാ. കൃത്യമായി ക്രിസ്മസിന്റെ തലേ ഞായറാഴ്ച. അതെന്താ കാര്യം? ഏവൻഗേലിയോൻ വായിക്കാനായി അച്ഛൻ ഏവൻഗേലിയോൻ പുസ്തകവുമായി പടിഞ്ഞാറേക്ക് വരും. എന്നിട്ട് വായിക്കുന്നൊരു ഭാഗമുണ്ട്. അടുത്ത ആഴ്ച വായിക്കാൻ പോകുന്ന ഭാഗം ഏതാണെന്നറിയാം? കഴിഞ്ഞ ആഴ്ച വായിച്ചത് വിവരിച്ച് പറയില്ല പിന്നല്ലേ. ഏതാ വായിക്കാൻ പോണത്? വംശാവലി. അതെന്നാ വലികളാ? പിള്ളേരെ പല വലികളെ കുറിച്ചും കേട്ടിട്ടുണ്ട്. വടംവലി അല്ലെ, വംശാവലി. അതിങ്ങനെ പറഞ്ഞു തുടങ്ങും. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യോസഫിനെ ജനിപ്പിച്ചു. അത് കഴിഞ്ഞ് വായിക്കൊള്ളാത്ത പേരെല്ലാം അങ്ങടെ ഇവിടെ നോക്കിക്കാട്ടെ, ഇങ്ങോട്ട് നോക്കിക്കാട്ടെ. ഇവിടെ ഞാൻ ഇങ്ങനെ നിൽക്കുകയല്ലേ. ഇങ്ങനെ വായിക്കൊള്ളാത്ത പേരെല്ലാം കൂടെ 42 തലമുറയുടെ പേര് വായിക്കും. വല്ലതും മനസ്സിലാവുമോ? നമുക്കാകെ പരിചയമുള്ള 3 പേരേ ഉള്ളൂ. ആരൊക്കെയാ? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. പിന്നെ ഈ പേരൊന്നും ഒരു പരിചയമില്ലോ. 42 പേരുടെ പേര് അച്ഛനിങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് താഴെ നിന്നിട്ട് പിന്നെ എന്നാ അച്ഛായി വായിക്കുന്നത്, വേറെ നല്ല വാക്യങ്ങളൊന്നും ഇല്ല, ഇത് മനസ്സിൽ പേര്. ഇനി നമ്മുടെ ചില പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ ഈ വംശാവലിയൊക്കെ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഒക്കെ വരും. ഇത്തിരി വെള്ളെഴുത്തും കൂടെ ഉണ്ടെ പറയാനും മേല. നമ്മൾ ഈ മാറി മാറി ഉച്ചയ്ക്ക് ഇത് വായിച്ചു തീർക്കും. ആമാശയത്തിൽ ഘനം തൂങ്ങി ഉച്ചയ്ക്ക് 3 മണിക്ക് പ്രാർത്ഥനയ്ക്ക് വന്ന് ഇരുന്നിട്ട് ഈ പേരെല്ലാം കൂടെ വായിക്കൊള്ളാത്ത പേരെല്ലാം കൂടെ അർപ്പക്ഷാരം എന്നൊക്കെ ഉള്ളതിന് അരവിന്ദാക്ഷൻ എന്നൊക്കെ വായിച്ച് നമ്മൾ ഒരു വിധത്തിൽ തീർക്കും. അടുത്ത ആഴ്ച സംഭവിക്കാൻ പോകും. അച്ഛൻ വായിക്കുമ്പോൾ നമുക്കൊന്നും എന്നാ അച്ഛാ ഇത് വായിക്കുന്നേ? എനിക്കും തോന്നിയിട്ടുണ്ട്, എൻ്റെ പൊന്നച്ചോ എന്തിനാ ഇത് വായിക്കുന്നത്, ഈ പേരെല്ലാം കൂടെ എന്നാ. പക്ഷെ അതെല്ലാം കൂടെ വായിച്ചു കഴിയുമ്പോൾ ഒരു കാര്യം പറയും, അവരിൽ നിന്ന്
യേശു ജനിച്ചു. അവസാനത്തെ ലാവണ്യമുള്ള വാക്കതാ, യേശു. അപ്പൊ നമുക്ക് ആശ്വാസമായി, കഴിഞ്ഞല്ലോ ഇന്നത്തെ ഏവങ്കേലിയോൻ. പ്രിയമുള്ളവരെ, എനിക്കും തോന്നിയിട്ടുണ്ട് എന്തിനാ ഇത് വായിക്കുന്നത്. പക്ഷെ ഒന്നെനിക്ക് മനസ്സിലാകുന്നു, ഇപ്പോൾ ഇത് വായിക്കണം, വായിച്ചേ മതിയാകൂ. കാരണം ക്രിസ്തു ജനിച്ചു എന്ന് പറയണമെങ്കിൽ പുറകിലേക്ക് 42 പിതാക്കന്മാരിലേക്ക് ഇടമുറിയാത്തൊരു സഞ്ചാരമാണ്, തലമുറകളിലേക്ക് ഓർമ്മകളുടെ ഇടമുറിയാത്ത സഞ്ചാരമാണത്. ഇതാണ് ജീവിതത്തിന്റെ കടപ്പാട്. ഞാൻ വിചാരിക്കുന്നുണ്ട്, അന്നിത് വായിക്കുമ്പോൾ ഈ പിതാക്കന്മാരുടെ എല്ലാം ആത്മാക്കൾ കുളിരു പോരും. എത്ര തലമുറയാ പുറകോട്ട് പോവുക. വായിക്കണം, വായിച്ചല്ലേ പറ്റുള്ളൂ. ക്രിസ്തു എന്ന പുഷ്പം പൂക്കണമെങ്കിൽ അതിന്റെ തണ്ടും ഇലകളും വേരുകളും അത് വലിച്ചെടുത്ത വളവും വെള്ളവും മണ്ണും ഇല്ലാതെങ്ങനെ. ഇപ്പൊ ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് 42 തലമുറ പോയിട്ട് ഒരു തലമുറയ്ക്കപ്പുറം ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ പപ്പായുടെ വല്യപ്പച്ചന്റെ പേര് പറയോ? നിങ്ങളുടെ പപ്പായുടെ ഗ്രാൻഡ് ഫാദർ, ആ മനുഷ്യൻ പറമ്പിൽ കിളച്ചു തീർത്ത കഥ ഒരിക്കൽ പോലും നാം പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മമ്മിയുടെ വല്യമ്മച്ചിയുടെ പേര് പറയാമോ? ആ മെല്ലിച്ച സ്ത്രീ അടുക്കളയിൽ കരിപിടിച്ച് അടുക്കളയിൽ ഊതിത്തീർത്ത കഥയും നാം ഒരു വേള പോലും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ ഈ അമ്മമാർ? നിങ്ങളുടെ വല്യമ്മച്ചയെ കുറിച്ച് ഈ കുഞ്ഞുങ്ങളോട് ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ വല്യപ്പച്ചനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഒരു തലമുറയ്ക്കപ്പുറം ഇത്. ഒരു പേര് പോലും അവർക്കറിയില്ല. കല്ലറയിൽ അവരങ്ങനെ പോകാറില്ല. പോയാലും കറുത്ത ഗ്രാനൈറ്റ് പാളികളിൽ ആ പേര് അവരെ ഒന്നും തോന്നിക്കാറില്ല. ശരിയല്ലേ? അപ്പോഴാണ് 42 തലമുറ. നമുക്ക് ഒരു തലമുറയ്ക്കപ്പുറം ആരെ അറിയില്ല. ശരിയല്ലേ? നമുക്കിന്ന് ആകെ 3 ബന്ധമേ ഉള്ളൂ നമ്മുടെ കുട്ടികൾക്ക്. ഒന്ന് അങ്കിൾ. ഇന്നെല്ലാം അങ്കിളാ. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് അവന്റെ അമ്മയുടെ ആങ്ങളെ അങ്കിളാണ്. സ്കൂൾ ബസ് ഓടിക്കുന്ന ചെറുപ്പക്കാരനും ആരാ? ഉറക്കെ പറയൂ. ഇത് രണ്ടും ഒരേ എഫക്റ്റാ കൊച്ചിന്. അവന്റെ കുറ്റം അല്ല. നമ്മൾ അങ്ങനെയാ. സായിപ്പിന്റെ ആംഗലേയ ഭാഷയുടെ മിനുസതയിൽ നമ്മൾ അവനെ വിളിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്കിൾ. എന്ത് രസാണ് ആ വിളിയുടെ ചാരുത. എല്ലാം അങ്കിളാ. വഴിയെ പോകുന്നവരെല്ലാം അങ്കിളാ. ഇനി മറ്റൊന്നുണ്ട്, പറയും നിങ്ങൾ, ആന്റി. 4ാം ക്ലാസ്സുകാരിക്ക് അവളുടെ അപ്പന്റെ പെങ്ങളും ആന്റിയാണ്. സ്കൂളിൽ അവരുടെ ടിഫിൻ ബോക്സ് വൃത്തിയാക്കി കൊടുക്കണ ആ കൃഷകാത്രയായ സ്ത്രീയും ആന്റിയാണ്. ഇത് രണ്ടും കൊച്ചിന് ഒരേ എഫക്റ്റാ. ബന്ധങ്ങളേത്? 72 കഴിഞ്ഞാലും പല അമ്മച്ചിമാർക്കും അമ്മച്ചി എന്നൊന്നും വിളിക്കുന്ന ഇഷ്ടമല്ല, ആന്റി എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. ഒരു സുഖമുണ്ട് കേൾക്കാൻ. പ്രായം ഒട്ട് തോന്നിക്കത്തുമില്ല. ഒരു പൊടി രസാണ്. എവിടെ നമ്മുടെ ബന്ധങ്ങൾ? മാവൻ, കൊച്ചപ്പൻ, കൊച്ചമ്മ, ഉപ്പാപ്പൻ, മാവി. ചാരുതയുള്ള പലതും പറയാനുണ്ടായിരുന്നു നസ്രാണിയുടെ ബന്ധങ്ങൾക്ക്. എവിടെ പോയി? പഴഞ്ചനായി പോയി. പരിഷ്കാരം കൂടിയപ്പോ നാം സംസ്കാരം കടലിലെറിഞ്ഞു. പരിഷ്കാരം കൂടിയപ്പോ നാം സംസ്കാരം കടലിലെറിഞ്ഞു. പറഞ്ഞു കൊടുക്കണം മക്കളോട്, ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഈ മാവനും കൊച്ചപ്പനും കൊച്ചമ്മയും കൊച്ചമ്മയും മാവിയും ഒക്കെ തിരിച്ചു വരണം. നമുക്ക് തിരിച്ചു പിടിക്കാം നമ്മുടെ വീടുകളെ നസ്രാണി മൂല്യങ്ങളിലേക്ക്. ഇനി ഇത് രണ്ടും ഉണ്ട്, കഴിഞ്ഞു. ഇനി വേറൊരെണ്ണം ഉണ്ട്. അങ്കിളും ആന്റിയും കഴിഞ്ഞു. കസിൻ. ഇന്നെല്ലാം കസിനാ. ഏത് തലമുറ എങ്ങനെ ഒന്നും അറിയില്ല. ചിലപ്പോഴെങ്കിലും ചില ഫോൺ കോൾ. കഴിഞ്ഞ നാളുകളിലൊന്നിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു. അച്ഛാ സുഖാണോ? പിന്നെ നല്ല സുഖമാണോ? പൊതുവെ വാർത്തകളൊക്കെ നല്ല സുഖം തരുന്നതുമാണ്. എന്തുണ്ട് വിശേഷം? അച്ഛാ ഈ എത്രാമത്തെ തലമുറ വരെ കല്യാണം കഴിക്കാം? അതെന്നാടാ, ഇപ്പൊ കല്യാണം കഴിക്കാനുള്ള പ്രായമൊന്നും ആയില്ലല്ലോ നിനക്ക്. അതല്ല, ചോദിച്ചതാ. എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. എന്റെ ബന്ധത്തിൽ തന്നെയാ. ചിലര് പറയുന്നു 4ാം തലമുറ, ചിലര് പറയുന്നു 7ാം തലമുറ. അതെങ്ങനെയാ അതിന്റെ കണക്ക്? ഏതായാലും ഞാനിപ്പോ അത് പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇത് ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ, നസ്രാണിയുടെ ബന്ധങ്ങൾ സ്വീകരിക്കുന്നതിനൊക്കെ ചില നല്ല സിസ്റ്റം ഉണ്ടായിരുന്നു. എവിടെ പോയി? എല്ലാം കസിനാ.
നമ്മുടെ 18 കഴിഞ്ഞ ചെറുപ്പക്കാരനെ അവന്റെ 350cc പൾസറുമായി കൊട്ടാരക്കരയല്ല, അങ്ങ് പുനലൂരോ അഞ്ചലോ വെച്ച് കോശി ചോണച്ചൻ കണ്ടിട്ട് പിറ്റേ ആഴ്ച കോട്ടപ്പുറം പള്ളിയുടെ മുറ്റത്ത് വെച്ച് അവനെ കാണുമ്പോൾ ചോദിക്കും, കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നല്ലോ അഞ്ചല് സ്റ്റാൻഡിന്റെ മുന്നിൽ വെച്ച്. കണ്ടായിരുന്നു. അച്ഛനെവിടെ പോയതാ? ഞാനിൻ്റെ അടുത്ത് പോയി. ആരായിരുന്നു കൂടെ? ഒരു പെങ്കൊച്ചുണ്ടായിരുന്നല്ലോ. കസിനാച്ച. ആരാ? കസിന. പാവപ്പെട്ട കോശി ചോണച്ചൻ പിന്നെ ഒന്നുമേ ചോദിക്കില്ല. കസിൻ എന്ന വാക്കിന്റെ വ്യാപ്തി എവിടെ വരെ പോകാം? എല്ലാം കസിനാ. വഴിയെ പോകുന്നവരെല്ലാം കസിനാ. അങ്കിളും ആന്റിയും കസിനും അരങ്ങു വാഴുന്ന കാലത്ത് തിരിച്ചു പിടിക്കണം നസ്രാണിയുടെ ബന്ധത്തിന്റെ മൂല്യങ്ങളെ. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. മക്കളോട് പറയണം. ഗുരുത്വക്കേട് ആർക്കാ? നമുക്കാ. ഗുരുത്വത്തിന്റെ കേട്. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, പ്രിയ കുഞ്ഞുങ്ങളോടാണ് ഞാൻ പറയുക, ഗുരുത്വം ഇറ്റ്സ് എ മാജിക്കൽ വേർഡ്. അതൊരു മാന്ത്രിക വാക്കാ. ഈ 3 അക്ഷരം ഉണ്ടെങ്കിൽ ഏത് ഈജിപ്തിലെ മരുഭൂമിയിൽ പോയി കുടില് കെട്ടി താമസിക്കേണ്ടി വന്നാലും വേണ്ട നേരത്തൊരു ഗ്ലാസ് വെള്ളം കിട്ടും. കേൾക്കുന്നുണ്ടോ? മുതിർന്നവർ കേൾക്കണ്ട, കുട്ടികൾ മാത്രം കേട്ടാ മതി. എന്നെ ഗുരുത്വം എന്ന 3 അക്ഷരം ഉണ്ടെങ്കിൽ ഏത് ഈജിപ്തിലെ മരുഭൂമിയിൽ പോയി കുടില് കെട്ടി താമസിക്കേണ്ടി വന്നാലും വേണ്ട നേരത്തൊരു ഗ്ലാസ് വെള്ളം കിട്ടും. ഇനി മേൽപ്പറഞ്ഞ 3 അക്ഷരമില്ലെങ്കിൽ കുലം കുത്തി ഒഴുകുന്ന യമുനാ തീരത്ത് കൊട്ടാരമടിച്ചാലും എന്റെ പൊന്നുമോനെ വേണ്ട നേരത്തൊരു ഗ്ലാസ് വെള്ളം കിട്ടുകയില്ല. അതാണ് ആ വാക്കിന്റെ മാന്ത്രികത. എവരി ബ്ലെസ്സിംഗ് ചേഞ്ചസ് ദ ബ്രെയിൻ കെമിസ്ട്രി. മൂർധാവിൽ വീഴുന്ന ഓരോ അനുഗ്രഹവും. അതുകൊണ്ട് ഈ കുഞ്ഞുമക്കൾ കേൾക്കണം. നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു വല്യപ്പച്ചനും വല്യമ്മച്ചി ഉണ്ടെങ്കിൽ ആ ഇരുട്ട് മുറിയിൽ ആ പാവപ്പെട്ട സ്ത്രീ ആ പഴയ കട്ടിലിൽ ആ സ്ത്രീയുടെ വിണ്ടുകേറിയ പാദങ്ങളിൽ ഒന്ന് തൊട്ടിട്ട്, അമ്മച്ചി എന്നെ പ്രാർത്ഥിക്കണേ. പാവപ്പെട്ടൊരു വല്യപ്പച്ചനുണ്ടെങ്കിൽ നീ ഒരു കൊല്ലപ്പരീക്ഷയ്ക്ക് പോകുമ്പോ എന്റെ പൊന്നുമക്കളെ ആ മനുഷ്യന്റെ കാലിൽ ഒന്ന് തൊട്ടിട്ട്, കേൾക്കുമ്പോ ദഹിക്കില്ല പലർക്കും, ഒന്ന് തൊട്ടിട്ടൊരു ഇന്റർവ്യൂവിന് പോകുമ്പോ നീ ഒന്ന് കുനി മക്കളെ. ഇന്നിപ്പോ നമ്മൾ ആകെ കാലത്തോടൊരു കല്യാണത്തിനാ ദക്ഷിണ കൊടുത്തു കഴിയുമ്പോ അതുപോലെ സമ്മതിക്കുകയല്ല. കുനിയണ്ട എന്ന സൈഡിൽ നിന്ന് ബ്യൂട്ടീഷ്യൻ ഒരു സൈഡിൽ നിന്ന് ഫോട്ടോഗ്രാഫറും പറയുക. കാരണം കുനിഞ്ഞാൽ ഈ ഉടുത്തൊരുങ്ങി വെച്ചിരിക്കുന്നതൊക്കെ ഉടഞ്ഞു പോകും, സാരിയൊക്കെ ഉടഞ്ഞു പോകും, വേഷഭൂഷാദികൾ വല്ലാതെ അലങ്കോലപ്പെടും. ഗുരുത്വത്തിന്റെ നല്ല സംസ്കാരം. അതുകൊണ്ട് ഈ ഇരിക്കുന്ന പിതാക്കന്മാർ, ഈ ഇരിക്കുന്ന അമ്മമാർ, മാതാപിതാക്കളുടെ കാലിലൊക്കെ തൊടാനുള്ള ആ പഴയതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്താട്ടെ. അവരുടെ ജീവിതത്തിന്റെ എവരി ബ്ലെസ്സിംഗ് ചേഞ്ചസ് ദ ബ്രെയിൻ കെമിസ്ട്രി. മാറ്റിക്കളയും അവന്റെ ജീവിതത്തിന്റെ രസതന്ത്രം. ഞാൻ 1ാമത്തെ ചിന്ത അവിടെ അവസാനിപ്പിക്കും. മറക്കരുതേ, വംശാവലിയും നോഹയുടെ പെട്ടകവും മലങ്കാക്കയും ഒന്നും മറക്കരുത്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ലോത്തിന്റെ കാലം തിരികെ വന്നിരിക്കുന്നു. ഗുരുത്വക്കേട് നമ്മുടെ മക്കൾ ഇരുന്നു വാങ്ങാതിരിക്കട്ടെ. ലോത്തിന്റെ പ്രശ്നം ഗുരുത്വക്കേട് ഇരുന്നു വാങ്ങി. പാതി വഴിയിൽ പടുവൃദ്ധനെ ഉപേക്ഷിച്ചു. ലോത്തിന്റെ പരാജയത്തിന്റെ 2ാമത്തെ കാരണം ഹി ലീവ്സ് ഇൻ ഡ്രീംസ് എന്നുള്ളതാ. അയാൾ സ്വപ്നങ്ങളിൽ ജീവിക്കുന്നു. സ്വപ്നം അത്ര മനോഹരമായൊരു വാക്കാണ്. സ്വപ്നം അതില്ലാതെ ജീവിക്കാനൊക്കുമോ? ഇവിടെ ഇരിക്കുമ്പോൾ സ്വപ്നം കാണുന്നതൊഴികെ എപ്പോൾ വേണമെങ്കിലും സ്വപ്നം കാണാം. നമുക്ക് പക്ഷെ സ്വപ്നമൊക്കെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ വന്നിരിക്കുമ്പോഴാണ്. സ്വപ്നമില്ലാത്ത ജീവിതം എന്താ? സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. എന്റെ അച്ഛോ, അത് ഏത് സ്നേഹ സന്ദേശത്തിലെ ഏത് എത്രാമത്തെയാ? ഇല്ല, ഇത് പഴയ വയലാറിന്റെ കവിതയാ. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമേ ഭൂമി. സ്വപ്നങ്ങൾ ഭൂമിയിലെ മാലാഖമാരാണ്. സ്വപ്നങ്ങളില്ലാത്ത ഭൂമി മൃതമാണ്. എന്നാൽ സ്വപ്നങ്ങൾ അധികമാകുമ്പോഴോ? ആ പാതി വഴിയിൽ നിന്നിട്ട് അബ്രഹാം നോക്കി, ഒരു വശത്ത് മരുഭൂമിയുടെ ഊഷരത, മറുവശത്ത് യോർദാന്റെ തീരം. ലോത്ത് ചിന്തിച്ചു, ഇതുവഴി പോയാൽ എന്റെ ജീവിതം, പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ പണി കിട്ടും. മറുവശത്തോ നാളെ. അയാൾ ചിന്തിച്ചു. അയാളുടെ തലച്ചോറിൽ സ്വപ്നങ്ങളുടെ പെരുമഴ.
നാളെ എന്റെ കന്നുകാലികൾ, നാളെ എന്റെ ആടുമാടുകൾ. ഈ പുൽപ്പുറങ്ങളിൽ യാഥാർത്ഥ്യം പിറകിൽ നിൽക്കുന്നു. ഒരു വൃദ്ധൻ, കടപ്പാടുകൾ പിറകിൽ നിൽക്കുന്നു. കളഞ്ഞു. സ്വപ്നങ്ങളിൽ, ആ മേടമാസത്തിന്റെ നട്ടുച്ചയിൽ, ആ മരുഭൂമിയിൽ അബ്രഹാം ലോത്ത് കിനാവ് കാണുകയാ, സ്വപ്നങ്ങളിൽ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത് കന്നുകാലിയെ വളർത്താൻ കൊള്ളാമോ എന്ന് ചിന്തിച്ചു, കൊച്ചുങ്ങളെ വളർത്താൻ കൊള്ളാമോ എന്ന് ചിന്തിച്ചില്ല. നിങ്ങൾക്കറിയാമോ ബൈബിളിലെ ഏറ്റവും വൃത്തികെട്ട പെൺമക്കൾ ആരുടെയാണെന്നറിയാമോ? അറിയാം. വേദപുസ്തക ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട പെൺമക്കൾ ലോത്തിന്റെയാ. അറിയണം ഇന്ന് രാത്രി. അപ്പനാൽ ഗർഭം ധരിക്കപ്പെടുന്ന കറുത്ത കഥ 19-ാം അധ്യായം നമുക്ക് പറഞ്ഞു തരും. എന്തുകൊണ്ട്? കന്നുകാലിയെ വളർത്താൻ കിനാവ് കണ്ടവൻ കുഞ്ഞുങ്ങളെ ചിന്തിച്ചില്ല. നാളെ ജീവിതത്തിന്റെ പരക്കം പാച്ചിലുകൾക്കിടയിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ തലമുറയെ ബാധിക്കുമോ എന്നൊരിക്കലെങ്കിലും വെട്ടിപ്പിടിച്ചതും തട്ടിപ്പറിച്ചതും കെട്ടിപ്പടുത്തതും വരമ്പ് മാന്തിയതും വളച്ചെടുത്തതും നാളെ എന്റെ കൊച്ചിന്റെ ജീവിതത്തിന്റെ, നാളെ എന്റെ തലമുറയുടെ ജീവിതത്തിന്റെ കണ്ണീരാകുമോ? കന്നുകാലിയെ കിനാവ് കണ്ടവൻ കുഞ്ഞുങ്ങളെ കിനാവ് കണ്ടില്ല. അന്ന് മക്കള് ജനിച്ചിട്ടില്ല, അയാൾ കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷേ നാളകളിൽ ജനിക്കാനിരിക്കുന്ന തലമുറ പോലും വഷളായി പോയി. കാരണം അപ്പന്റെ തെറ്റായ തിരഞ്ഞെടുപ്പ്. അതൊരു ഓർമ്മപ്പെടുത്തലാണ്, എനിക്കുള്ള, താങ്കൾക്കുള്ള ഓർമ്മപ്പെടുത്തല. നിങ്ങൾക്കറിയുമോ, അവിടെ നിന്ന് ലോത്ത് നോക്കുന്ന ഒരു നോട്ടമുണ്ടല്ലോ. ഉൽപ്പത്തി 13:10 ഇങ്ങനെയാ. ലോത്ത് നോക്കി ആ സ്ഥലത്ത് നിന്നിട്ടെ ദൈവത്തിന്റെ തോട്ടം പോലെ തോന്നി എന്നാ. എന്താ ഞാൻ പറഞ്ഞൊന്ന് പറയാമോ? എന്താ? ദൈവത്തിന്റെ, താൻ പോകാനിരിക്കുന്ന സ്ഥലം എന്തുപോലെ തോന്നി? ദൈവത്തിന്റെ തോട്ടത്തിന് ഒരു ഒറ്റ വാക്ക് പറയുമോ ആരെങ്കിലും? ശരിയാ, പറയൂ. ഏദൻ തോട്ടം. ഇത്തിരിയുടെ മനോഹരമായ 4 അക്ഷരമുള്ളൊരു വാക്കുണ്ട്. മനോഹരമായൊരു വാക്കുണ്ട്, പറുദീസ. എന്താ? ദൈവത്തിന്റെ തോട്ടം സമം. ഇന്ന് ലോത്ത് നോക്കിയപ്പോൾ ഇത് പറുദീസ പോലെ തോന്നി ദൂരെ കണ്ടപ്പോ. പക്ഷെ ആ സ്ഥലം, ലോത്ത് ചെന്ന സ്ഥലം, വാക്യത്തിൽ, നമ്മൾ എടുത്ത കുറിവാക്യത്തിലുണ്ട്. ആ സ്ഥലത്തിന്റെ പേരെന്താ? വാക്യം മറന്നോ? സോദോം. നിങ്ങൾ ആ 2 പദങ്ങളും ഒന്നെടുത്തേ. ഇന്ന് പറുദീസ പോലെ തോന്നിയത് നാളത്തെ സോദോം. ചിന്തിക്കൂ. ചാറ്റ് ചെയ്യുമ്പോ എന്റെ പൊന്നുമക്കളെ പറുദീസയായിരിക്കും ഈ ചേട്ടനോടൊത്തുള്ള ജീവിതം എന്ന് കാണുമ്പോൾ നാളെ അത് സോദോമാവും. പല കഥകളുണ്ട്. പെട്ടുപോയത് കൊണ്ട് പൊട്ടിച്ചോണ്ട് പോകാൻ ഒക്കാതെ ജീവിക്കുന്ന, ഉരുകുന്ന ഒരുപാട് ജീവിതങ്ങൾ. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചാൽ പറയും, അല്ലേ, പണ്ട് പറുദീസയാണെന്നൊക്കെ വിചാരിച്ച് കൊട്ടാരക്കര വണ്ടി ഇറങ്ങിയതാ, ഇപ്പൊ സോദോമാണെന്നൊന്നും ഞാൻ പറയില്ല, നിങ്ങൾക്ക് എന്നോട് വിരോധം തോന്നും. എങ്കിലും ഒന്ന് നിങ്ങൾ സമ്മതിക്കും, ഈ തെക്കുവശത്തുള്ളവര് ചിന്തിച്ചതുപോലെ ചന്തമുള്ളൊരു പറുദീസ അല്ല. ഇന്ന് പറുദീസ എന്ന് തോന്നുന്നത് പലതും നാളത്തെ, എന്നെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സ്, യുവജനങ്ങൾ, കൗമാരക്കാര്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണമേ. ഇന്ന് നമ്മൾ പലതും മറന്നിട്ട്, നമ്മുടെ കടപ്പാടുകളും അപ്പനും അമ്മയും ഒക്കെ മറന്നിട്ട്, ചില ഇഷ്ടങ്ങളുടെ പേരിൽ പറുദീസയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ, മിശ്ര വിവാഹത്തിന് കോപ്പ് കൂട്ടുമ്പോ, സഭയും പള്ളിയും ഇടവകയും വീടും അപ്പന്റെയും അമ്മയുടെയും മുഖത്ത് കരിവാരിത്തേക്കുമ്പോ, എന്റെ പൊന്നുമോനെ, നീ സ്വപ്നം കാണുന്ന പറുദീസ നിനക്ക് സോദോമാകി വരുന്ന ചില നേരങ്ങളുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ പരിസരങ്ങളിൽ നിന്ന് പറഞ്ഞു തരാനുണ്ട്. ഇന്നിന്റെ പറുദീസ പലതും നാളെയുടെ സോദോം. ലോത്ത് നോക്കി, ദൈവത്തിന്റെ തോട്ടം പോലെ തോന്നി. അതെന്തായിരുന്നു? സോദോം. സഹോദരങ്ങളെ, സ്വപ്നങ്ങളല്ല ജീവിതം. പകൽക്കിനാവുകൾ ലോത്തിന് തടവറകളാകും. സ്വപ്നങ്ങൾ ഉണ്ടാകണം, ഇല്ലാതെയൊക്കെ ഇല്ല. 1963 ഓഗസ്റ്റ് മാസം 23-ാം തീയതി അമേരിക്ക വാഷിംഗ്ടൺ DC-യിലെ ആ കെട്ടിടത്തിന്റെ മുകളിൽ ഒരു ചെറിയ പന്തലിൽ ഒരു ചെറുപ്പക്കാരൻ 17 മിനിറ്റ് നീണ്ടൊരു പ്രസംഗം നടത്തിയപ്പോൾ 9 തവണ ആവർത്തിച്ചു, ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട്, എനിക്കൊരു സ്വപ്നമുണ്ട്. ആരാണ്? മാർട്ടിൻ
ലൂതർ കിങ് 9 തവണ ആവർത്തിച്ചു, എനിക്കൊരു സ്വപ്നമുണ്ട്. ആ പ്രസംഗം അമേരിക്കൻ ജനതയെ, കറുത്ത വർഗക്കാരനെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചു. ബറാക് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ ഒരുപക്ഷെ കാരണം പഴയ 17 മിനിറ്റ് നീണ്ട പ്രസംഗത്തിലെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച വാക്കുകളാ. കറുത്തവന്റെ കുട്ടിയും വെളുത്തവന്റെ കുട്ടിയും ഒരേ ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്വപ്നം, ഐ ഹാവ് എ ഡ്രീം. കറുത്തവന്റെ കുട്ടിയും വെളുത്തവന്റെ കുട്ടിയും ഒരേ പാത്രത്തിൽ നിന്ന് അന്നം കഴിക്കുന്ന സ്വപ്നം, ഐ ഹാവ് എ ഡ്രീം. ആ പഴയ മനുഷ്യൻ 100 വർഷമായിട്ടില്ല. സ്വപ്നങ്ങൾ ഉണ്ടാകാതെ ഒക്കില്ല. സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കണം മക്കളെ, പക്ഷേ സ്വപ്നങ്ങൾ അധികമാകരുത്. ലോത്തിന്റെ പ്രശ്നം, ഹി ലിവ്സ് ഇൻ ഡ്രീംസ് എന്നാണ്. അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, ഇഫ് യു ടേക്ക് ദ ലെഫ്റ്റ് ഹാൻഡ് ഐ വിൽ ഗോ ടു ദ റൈറ്റ്. എന്റെ പൊന്നുമോൻ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട്. നമ്മുടെ കാലം ഇതുപോലെ ആസക്തികൾ തീരാത്തൊരു കാലുണ്ടോ? 99 വർഷം വയസ്സായാലോ നമ്മുടെ അമ്മച്ചിയുടെ ആഗ്രഹം ഓരോ ഓണം കൂടെ ഉണ്ടിട്ട് പോകണമെന്നുള്ളതാ. ഓണം അത്ര ഉണ്ടാലും നമ്മുടെ മോഹങ്ങൾ തീരുവോ? കടലിലെ ഓളവും കരളിലെ മോഹവും തീരുകില്ലെന്നാണ് പഴയ പാട്ട്. ഓർമ്മയുണ്ടാവുക പാട്ടൊക്കെ പാടാൻ സമയമില്ല, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഒരു പാട്ട് പാടിയതിന്റെ ക്ഷീണത്തിലാണ് ഞാൻ. സുവിശേഷ ഗാനം പാടച്ചോ എന്നാണ് നിങ്ങൾ പറയുന്നത്. കർത്താവ് തമ്പുരാൻ 33-ാമത്തെ വയസ്സിൽ പറഞ്ഞു, ഇറ്റ്സ് ഫിനിഷ്ഡ്. 33-ല് ഒക്കെ തീർന്നു, ഒക്കെ പൂർത്തീകരിച്ചു. നമ്മളിവിടെ 66 ഒന്നും തുടങ്ങിയിട്ട് പോലുമില്ല. മോഹങ്ങൾ എപ്പോഴാ തീരുക? ലോകത്ത് ജീവിച്ച മഹാരഥന്മാരുടെ ചെറിയ ജീവിതങ്ങൾ. കുമാരനാശാൻ പാടി ഗുണികൾ ഊഴിയിൽ നീണ്ടുവാഴില്ല, ചെറുജീവിതങ്ങൾ. സ്വാമി വിവേകാനന്ദൻ 39 വയസ്സേ ഉള്ളൂ മരിക്കുമ്പോ. കാലം മറക്കില്ല. അൽഫോൻസാമ മരിക്കുമ്പോ 37 ഉള്ളൂ. പെരുമല തിരുമേനി മരിക്കുമ്പോ 54 ഉള്ളൂ. ശങ്കരാചാര്യർ മരിക്കുമ്പോ 32 ഉള്ളൂ. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുമ്പോ 32 ഉള്ളൂ. കുറിയാക്കോസ് അഗത മരിക്കുമ്പോ 3 വയസ്സേ ഉള്ളൂ. എത്ര പേർ! കാലത്തിൽ, ചരിത്രത്തിൽ വലിയ കാര്യങ്ങൾ എഴുതി ചേർത്തവരുടെ ജീവിതമൊക്കെ ചെറുതാ. നമ്മളൊക്കെ 80-ഉം 90-ഉം കഴിയും. ആരോർക്കാനാ? മോഹങ്ങൾ തീരാതെ നമ്മൾ പോകും. അവസാനം നമ്മുടെ കല്ലറ ഈ വടക്ക് വശത്തും തെക്ക് വശത്തും ഒക്കെ ആയിട്ട്, കിഴക്ക് വശത്തുമായിട്ടൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ കബറടക്കപ്പെടും. നമ്മുടെ മക്കളുടെ കാശനുസരിച്ച് കറുത്ത ഗ്രാനൈറ്റ് പാളി അതിന്റെ മുകളിൽ കയറ്റി വെക്കും, ഭാരമുള്ളത്. ഒരു തലക്കല്ലും വെക്കും, അല്ലേ? പേരെഴുതും, നമ്മുടെ ഇനിഷ്യൽ സഹിതം മനോഹരായി വെളുത്ത അക്ഷരങ്ങൾ. വീട്ടുപേരെഴുതും, വാലും പേരിന്റെ വാലും ഒക്കെ എഴുതും. ജനിച്ച തീയതി എഴുതും, ബോൺ ഓൺ 26/1960 അല്ലെങ്കിൽ 80 2002 എന്നൊക്കെ എഴുതും. അത് കഴിഞ്ഞ് മറ്റൊരു തീയതി എഴുതും, എന്ത്? ഡൈഡ് ഓൺ, മരിച്ച തീയതി. ഇതിനിടയ്ക്ക് വല്ലതും എഴുതുവോ? നമ്മളൊക്കെ ഇങ്ങനെ നാട് വിറപ്പിച്ച് നടക്കുമ്പോൾ നമ്മളെക്കുറിച്ച് നാട്ടുകാർ കാണാൻ എഴുതാൻ പോകുന്ന ഏക സാധനം ഇതാ. ജനിച്ച തീയതി എഴുതും, മരിച്ച തീയതിയും. ഇതിനിടയ്ക്ക് വല്ലതും എഴുതുവോ? കല്ലറയൊന്ന് ചിന്തിച്ചേ, വെറുതെ പേടിപ്പിക്കുകയല്ല. അതിനിടയ്ക്കൊന്നും എഴുതില്ല, പക്ഷെ ഒരു വരയുണ്ടാകും, ഒരു ഹൈഫൻ, ഒരു ഡാഷ്. ജനിച്ചിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്, ഇന്നിടത്ത് ഇന്നാര്, ഇടയ്ക്ക് ജീവിച്ചിട്ടുണ്ടാ. അല്ലെങ്കിൽ തന്നെ പല ഡാഷും നമ്മളെക്കുറിച്ച് നാട്ടുകാർ പൂരിപ്പിച്ചുകൊണ്ടിരിക്കുക, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും. ഇനി ഈ ഡാഷ. ജനിമൃതികൾക്കിടയിൽ വിശുദ്ധന്മാരുടെ കവറിലേക്ക് ചെന്നാൽ, കോട്ടയം പഴയ സെമിനാരിയിൽ എന്നാൽ വട്ടശ്ശേരി തിരുമേനിയുടെ കവറിൽ എഴുതി വെച്ചിട്ടുണ്ട്, ടൈം വിൽ നോട്ട് ഡിം ഹിസ് ഗ്ലോറി. കാലം ഈ മഹാനുഭാവന്റെ പ്രഭയെ കെടുത്തില്ല. നമ്മളെക്കുറിച്ച് എന്തുണ്ട് എഴുതാൻ, അല്ലേ? ഒന്നും എഴുതാനില്ല. ഈ സാമ്പാർ വെച്ചതിന്റെ വെച്ചതൊന്നും ആരും ഓർക്കില്ലെന്നേ. മക്കൾ പോലും മറന്നുപോകും. ഓർമ്മകൾ സുഗന്ധക്കൂട്ടുകളാണ്. വേദപുസ്തകത്തിൽ 1655 തവണ ഒരു പദമുണ്ട്, ഓർക്കണം. ആ പദം ഓർമ്മ. മെമ്മറി ഈസ് എ സ്പിരിച്വൽ എക്സർസൈസ്. ഓർമ്മ എന്ന് പറഞ്ഞത് ഒരു ആധ്യാത്മിക വ്യായാമമാണ്. അതുകൊണ്ടാണ് ഇഗ്നാത്യോസിന്റെ പെരുന്നാളിൽ നാം അടുത്തു വരിക. മെമ്മറി ഈസ് എ സ്പിരിച്വൽ എക്സർസൈസ്. ഒരുപാട് മോഹങ്ങളുമായി ഓടുക. ലോകസുഖമോഹമെല്ലാം കടന്നു പോകും, മാനവന്റെ നേട്ടമെല്ലാം തകർന്നു വീഴും. എല്ലാം കൂപ്പുകുത്തുന്ന ഒരു നേരമുണ്ട്. പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കുമെന്ന് സംഭവിച്ചു, കേട്ടുകേൾവി ഇല്ലഹോ എന്നൊക്കെ പഴയ പാട്ട് ഓർമ്മയിലേക്ക് വരുന്നു. എല്ലാം കടന്നു പോകും, എല്ലാം അവസാനിക്കും. ലോത്ത് ചെന്ന് കയറിയത് പാപത്തിന്റെ നാട്ടിലാ. നിങ്ങൾക്കറിയാമോ ഈ പാപത്തിന് ജീവനുണ്ടോ? കുഞ്ഞുങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുക.
പാപത്തിന് ജീവനുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറ. ഈ കുഞ്ഞുങ്ങൾ വളരെ രൂക്ഷമായിട്ട് എന്നെ നോക്കുന്നു. പാപത്തിന് ജീവനുണ്ടോ സഹോദരി? പറഞ്ഞാലും കുറ്റം, പറഞ്ഞില്ലെങ്കിലും കുറ്റം. പാപത്തിന് ജീവനുണ്ടോ? ഇല്ല. പാപത്തിന് ജീവനുണ്ട് എന്ന് ഞാൻ ഇന്ന് പറയാൻ പോവാ. പാപത്തിന് ജീവനുണ്ടെന്ന് പറയാൻ കാരണം, പാപത്തെ വേദപുസ്തകത്തിൽ ഒന്ന് തപ്പിയാൽ ബൈബിൾ ആരംഭിക്കുമ്പോൾ മനുഷ്യൻ പാപം ചെയ്തത് എവിടെയെന്നറിയാമോ? തോട്ടത്തിന്റെ നടുവിൽ എന്ത് ചെയ്യാ? ഒരു വൃക്ഷം നിൽക്കുന്നു. പാപ സാഹചര്യം. പാപം ഉൽപ്പത്തി 2:17. തോട്ടത്തിന്റെ നടുവിൽ പറയൂ, കടക്കുവാണോ, ഇരിക്കുവാണോ, നിൽക്കുവാണോ? അനയ്യ നിൽക്കുക. മരം എന്ത് ചെയ്യാ? നിൽക്കുക. എന്നാൽ 4-ാം അധ്യായം 7, ഉൽപ്പത്തി 4:7 കായനോട് പറയുന്നു, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ. ബാക്കി പറയാമോ? സങ്കടമുണ്ട് കേട്ടോ. നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. കറക്റ്റ്. നിൽക്കുവല്ല, കിടക്കുന്നു എന്നാ. ഇതൊക്കെ പരിചയമുള്ള വാക്യല്ലേ? അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാ? നിൽക്കുക. ഉറക്കെ പറയണേ. ഇപ്പൊ എന്ത് ചെയ്യാ? കിടക്കുക. ജീവനുണ്ടോ നമുക്ക് പരിശോധിക്കാം. 51-ാം സങ്കീർത്തനം 3-ാം വാക്യം ഇന്ന് രാത്രി പ്രിയപ്പെട്ട അശകുഞ്ഞൻ ആദ്യം നമുക്ക് ചൊല്ലിത്തന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഇപ്പൊ എന്നാ പറ്റിയേ? നിൽക്കുന്നു, കിടക്കുന്നു, ഇരിക്കുന്നു. ഇനി നോക്കാം. 65-ാം സങ്കീർത്തനം 3-ാം വാക്യം പറയും, എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു. എന്ത് ചെയ്യുന്നു? എന്റെ നേരെ അതിബലമായിരിക്കുന്നു. നിൽക്കുന്നു, കിടക്കുന്നു, ഇരിക്കുന്നു, നേരെ വരുന്നു. 38-ാം സങ്കീർത്തനം 4-ാം വാക്യം ഇങ്ങനെ പറയും, എന്റെ അകൃത്യങ്ങൾ ഞാൻ ആക്ഷൻ കാണിച്ചു. എന്റെ അകൃത്യങ്ങൾ കറക്റ്റ് തലയ്ക്കുമീതെ കവിഞ്ഞിരിക്കുന്നു. നോക്കിക്കേ, നിന്നു, കിടന്നു, ഇരുന്നു, വന്നു, തലേ കയറി. പിന്നെ ക്ലൈമാക്സ് എവിടാന്നറിയാമോ? യാക്കോബ് 1:15 പറയും, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ബാക്കിയൂടെ പറ. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു എന്നാണ് ആ വാക്യം. ശ്രദ്ധിക്കണേ, ക്ലൈമാക്സാ. മോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധയുണ്ടോ എന്ന് വെറുതെ ഒന്ന് ചോദിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ മരണത്തിന്റെ വല്യമ്മച്ചിയുടെ പേരെന്താ? ഞാൻ ഒരിക്കൽ കൂടെ പറയാം. മോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മരണത്തിന്റെ വല്യമ്മച്ചിയുടെ പേരെന്താ? അയ്യോ, മോഹത്തിന്റെ മോളുടെ പേരെന്താ? കിട്ടിയില്ല ഇതുവരെ. പാപത്തിന്റെ മോളുടെ പേര് ഇത്രേ ഉള്ളൂ. മരണത്തിന്റെ അമ്മയുടെ പേര് ആ വാക്യം അടിസ്ഥാനപ്പെടുത്തി. മരണത്തിന്റെ അമ്മയുടെ പേര് പാപത്തിന്റെ അമ്മയുടെ പേര് മോഹത്തിന്റെ കൊച്ചുമോളാണ്. ആര്? അതെ, മോഹങ്ങളിൽ സ്വപ്നങ്ങളിൽ ഓടിയ ലോത്ത് എന്തോ വിലയ്ക്ക് വാങ്ങി? റോമാലേഖനം 6:23 ഇങ്ങനെയാണ്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഇനി പറയൂ, പാപത്തിന് ജീവനുണ്ടോ? നിങ്ങൾക്ക് അഭിപ്രായമില്ല. അതെന്റെ കുറ്റമല്ല. പാപത്തിന് ജീവനുണ്ടോ? ഉണ്ട്. നടുക്ക് നിന്നു, ഇരുന്നു, കിടന്നു, വന്നു, തലേ കയറി, അകത്ത് കയറി, അവസാനം ഡെലിവറി നടന്നു. കുഞ്ഞിന്റെ പേരാണ് മരണം. ലോത്ത് വിലയ്ക്ക് വാങ്ങിയതാ. അബ്രഹാം ഒരു സ്വപ്നമില്ലാതെ തെക്കോട്ട് പോയി. തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു എന്നാ ബൈബിൾ പറയുക. തെക്കോട്ടുള്ള പോക്കത്ര നല്ല പോക്കല്ല, നാശമാണ്, അഗ്നിയാണ്. എങ്കിലും പോകുന്നിടത്തൊക്കെ ഈ യഹോവയ്ക്ക് യാഗപീഠം പണിഞ്ഞു. ദൈവം അബ്രഹാമിനെ വലിയവനാക്കി, പേര് മാറ്റി അബ്രഹാം എന്നിട്ടു. മൂന്നാമതൊരു ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ലോത്ത് പരാജയപ്പെടാൻ ചരിത്രത്തിൽ 2 കാരണം. 1, അയാൾ ഇന്നലകളെ മറക്കുന്നു. 2, അയാൾ സ്വപ്നങ്ങളിൽ ജീവിക്കുന്നു. 3, ഹി വാസ് എ സോളിറ്ററി. അയാൾ ഒരു ഒറ്റയാനായിരുന്നു. ജീവിതത്തിൽ ഒറ്റയാൻ എന്ന് പറഞ്ഞാൽ ആരോടും, ഈ ഒറ്റയാൻ എന്നുള്ള വാക്ക് നമ്മെ ഭയപ്പെടുത്തുന്ന കാടിന്റെ വാക്കാണ് ഒറ്റയാൻ. നാടിന്റെ വാക്കല്ല.
കാട്ടിലെ ഒറ്റയാൻ. ഇത് പ്രശ്നമാണ്. ലോത്ത് ഒറ്റയാനാ. ഇനി ഒരു ചോദ്യം ചുമ്മാ ചോദിക്കട്ടെ, പ്രസംഗം അവസാനിപ്പിക്കുകയാണേ. ലോത്തിന്റെ കുടുംബജീവിതത്തിലേക്കാണ് പോവുക. ലോത്തിന്റെ ഭാര്യയുടെ പേര് പറയാമോ? പേര് പറയാമെങ്കിൽ 1000 രൂപ സമ്മാനം കോശി ജോണച്ചന്റെ വകയായി തരുന്നവർ. ലോത്തിന്റെ ഭാര്യയുടെ പേര് വേദപുസ്തകത്തിൽ ലോത്തിന്റെ ഭാര്യയ്ക്ക് പേരില്ല. അവളുടെ ശബ്ദം രേഖപ്പെടുത്തിയിട്ടില്ല. അടിച്ചമർത്തപ്പെട്ട സ്ത്രീത്വത്തിന്റെ, തകർക്കപ്പെട്ട പെണ്ണത്വത്തിന്റെ പഴയ അടയാളം. ചിലരെ കൂടെ കൂടിയാലേ ഉള്ള പേരും കൂടെ കറക്റ്റ് അത് തന്നെ. ഇങ്ങനെ ഇങ്ങോട്ടാ ചോദിച്ചേ. ചിലരുടെ കൂടെ കൂടിയാൽ ഉള്ള പേരും കൂടെ പോവും. അതാണ് ഇവൾക്ക് പറ്റിയത്. അന്ന് രാത്രി സോദോം നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ച രാത്രിയിൽ ലോത്തിനോട് പറഞ്ഞു, നീ വിട്ടോടിപ്പോക്കോണം. പുറകോട്ട് നോക്കിയോ ആരെങ്കിലും? ആരാ നോക്കിയത്? ആ സ്ത്രീ, ഭാര്യ. അവൾ എന്തായി തീർന്നു? എന്തുകൊണ്ടാ ചെയ്തത്? ശരിയാണോ? അല്ല. പക്ഷെ ഞാൻ പറയും, അവൾ തിരിഞ്ഞു നോക്കാൻ കാരണം അവളല്ല, അയാളാണ്. അത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി 19:26 എങ്ങനെയാണ്? അന്ന് രാത്രി 2 പെൺമക്കളും ഭർത്താവും ഭാര്യയും കൂടെ പോവാണേ. നാട് വിട്ട് വീട് വിട്ട് പോവാ. ഭാവി മരുമക്കൾ കല്യാണം ഉറച്ചിരിക്കുക പെൺകുഞ്ഞുങ്ങളുടെ. കൃഷിയിടങ്ങൾ, വീട് എല്ലാം നഷ്ടപ്പെടുന്ന വേദന, രാത്രിയുടെ വേദന, പലായനത്തിന്റെ വേദന. വാക്യം എങ്ങനെയാണ്? ഉൽപ്പത്തി 19:26. ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി. എന്താ? പിന്നിൽ നിന്ന്. നമ്മൾ ഈ വാക്യം ഒന്ന് തിരിച്ചു വായിക്കാൻ പോവാ. ലോത്തിന്റെ ഭാര്യ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി. അങ്ങനെയാണെങ്കിൽ ലോത്ത് എവിടെയാ? മുന്നിൽ. ഈസിയാണ്. പിള്ളേര് ഇയാളുടെ കൂടെ, പാവപ്പെട്ട സ്ത്രീ ഏറ്റവും പിറകിൽ. ഞാനിവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് മാത്രം ഒരു ചോദ്യം, പറയണമേ ഉത്തരം. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു വേദന, ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന ദാമ്പത്യത്തിന്റെ ജീവിത വഴികളിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ കൈ പിടിച്ച് കൂടെ നിൽക്കണോ, അതോ പുള്ളിയുടെ വഴി പുള്ളി ഒറ്റയ്ക്ക് പോകണോ? അഭിപ്രായമില്ല. കൂടെ നിൽക്കണം. ഈ രാത്രി, ഈ ഏകാന്തതയിൽ, ഈ വിജനതയിൽ ഈ മനുഷ്യൻ മുന്നേ ഓടി. പുള്ളി പണ്ടേ തിരിഞ്ഞു നോക്കാത്ത പാർട്ടിയാ. അബ്രാമിനെ തിരിഞ്ഞു നോക്കാത്ത ആളാ, കടപ്പാടുകളെ തിരിഞ്ഞു നോക്കാത്ത ആളാ, ബന്ധങ്ങളെ തിരിഞ്ഞു നോക്കാത്ത ആളാ. മുന്നേ ഓടി. പാവപ്പെട്ട സ്ത്രീ പിറകിൽ ഏന്തിയും വലിഞ്ഞും. കണ്ണീര് നിറച്ചുപ്പാണേ. കണ്ണീരിൽ കുതിർന്ന ശരീരം മുഴുവൻ ഉപ്പുതൂണായി. അയാൾ ഒരൊറ്റയാനായിരുന്നു. ഈ കാലഘട്ടം ഒറ്റയാന്മാരുടെ കാലമാണ്. ഇന്നലകളെ ഇതുപോലെ മറക്കുന്ന കാലം, ഒറ്റയാന്മാരുടെ കാലം. ഒരു വീട്ടിൽ താമസിക്കുമ്പോഴും തറയിൽ പാകിയിരിക്കുന്ന ഗ്രാനൈറ്റ് പാളികളെക്കാൾ തണുത്തു പോയിട്ടുണ്ട് നമ്മുടെ ജീവിതം. ദൈവത്തെ പിടുത്തം കിട്ടി നമ്മൾ പറഞ്ഞ് പാട്ടും പാടി നമ്മൾ നടക്കുക. UKG പഠിക്കുന്ന കൊച്ചിനെ പിടുത്തം കിട്ടിയിട്ടില്ലെന്ന് ഓർത്തോണം. അവനവന്റെ ജീവിതം മാത്രമാണ് ഇവിടെയും. മുഖം പത്മദളാകാരം, വാചം ചന്ദനശീതളം, ഹൃദയം വജ്രകഠിനം. ആർക്കും ആരെയും മനസ്സിലാകില്ല. മുഖം പത്മദളാകാരം, കാണാൻ നല്ല താമരയുടെ അഴകാണ്. വാചം ചന്ദനശീതളം, വാക്കുകളും കൊള്ളാം, നന്നായിട്ട് വർത്താനം പറയും. ഹൃദയം വജ്രകഠിനം, ഉള്ളിലിടിപ്പ് ഒരു പാർട്ടിക്കും മനസ്സിലാകില്ല. അവനവൻ ഒറ്റപ്പെട്ട തുരുത്തുകളായി. പഴയ കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകൾ പോലെ, എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്ക് ഇല്ലൊരു ലോകം. അതെ, അത്തരം ഒരു കാലമാണ്. പണ്ട് പറയുമായിരുന്നു ജോയിന്റ് ഫാമിലി, കൂട്ടുകുടുംബത്തിന്റെ ഊഷ്മളത. പിന്നെ അത് ന്യൂക്ലിയർ ഫാമിലിയായി. ഒന്നേ ഉള്ളു പിള്ളേർ, ഒന്നേ കാലില്ല. ഇപ്പോ ന്യൂക്ലിയറിന്റെ അങ്ങ് ഓയാക്കിയാൽ മതി. പിന്നെ എങ്ങനെ വായിക്കാം? നോ ക്ലിയർ ഫാമിലി. ദൈവം സഹായിച്ച് ആർക്കും ആരെയും മനസ്സിലാകുന്നില്ല. അച്ചായൻ അമ്മാമയെ മനസ്സിലാകുന്നില്ല, അമ്മാമയ്ക്ക് അച്ചായനെ മനസ്സിലാകുന്നില്ല, പിള്ളേരെയും മനസ്സിലാകുന്നില്ല. ഇത്തരമൊരു ഏകാന്തതയിൽ നമ്മുടെ വീടുകൾ വല്ലാതെ തണുത്തു പോയിട്ടുണ്ട്, വല്ലാതെ തണുത്തു പോയിട്ടുണ്ട്. ഒറ്റയാന്മാരുടെ കാലം. ഉൽപ്പത്തി 19 ഇങ്ങനെയാണ്. തന്റെ പെൺമക്കൾ താനുമൊത്ത ഗുഹയിൽ പാർക്കുന്നൊരു ചിത്രമുണ്ട്. കനാനിൽ നിന്ന് പുറപ്പെട്ടവൻ, വാഗ്ദത്തത്തിന്റെ കൂട്ടവകാശിയാകേണ്ടവൻ, മക്കളുമൊത്ത് ഗുഹയിൽ അന്തി ഉറങ്ങുന്ന കറുത്ത ചിത്രം. വൈകൃതങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി 19 തിരശീല വീഴുക. ഈ രാത്രിയുടെ ചിന്തകളും ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, വായനയുണ്ടാകണം. 12, 13, 19 3 അധ്യായങ്ങൾ. മക്കളോട് പറയണം, ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന്. ഗുരുത്വത്തിന്റെ കഥ പറയണം.
വീണ്ടും ഞാൻ സൂചിപ്പിക്കട്ടെ, സ്വപ്നങ്ങളിൽ ജീവിക്കുന്ന ലോത്ത് കാലത്തിന് നേർക്ക് പിടിച്ച കണ്ണാടിയാണ്. വീണ്ടും ജീവിതത്തിന്റെ ഒറ്റയാണ്. അവനവന്റെ ജീവിതത്തിന് സിന്ദാബാദ് വിളിച്ച് ഓടുന്ന കാലത്തോട് ലോത്തിന്റെ കാലം പറയുന്നു, ലോത്തിന്റെ കാലം മടങ്ങി വന്നിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കേട്ട ചിന്തകൾ ഉള്ളിലിരിക്കട്ടെ. ദൈവം വചനത്തെ മുളപൊട്ടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാണിയാകാനല്ല, കണ്ണിയാകാനാണ്. പ്രേക്ഷകനാകാനല്ല, പ്രേക്ഷിതനാകാനാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തെ ഭരിക്കട്ടെ. സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹത്തിന്റെ പ്രണാമം.